കോൺസ്റ്റന്റിനോട് നിർത്തിയിട്ട് ഇതിലുള്ള ബാക്കി ടേമുകൾ നമുക്ക് ഈക്വൽ ടു പുറത്തേക്ക് കൊണ്ടുപോകാം. അപ്പൊ നമുക്ക് ഡി ഐ ഈക്വൽ ടു വി ഇവിടെ ഉണ്ട്, ഇവിടെ മൾട്ടിപ്ലിക്കേഷൻ ആണ് എൽ. അപ്പുറത്തോട്ട് വരുമ്പോൾ ഇക്വേഷൻ അപ്പുറത്തോട്ട് പോകുമ്പോൾ മൾട്ടിപ്ലിക്കേഷൻ, ഈക്വലിന് അപ്പുറത്തോട്ട് പോകുമ്പോൾ ഡിവിഷൻ ആവും. അപ്പൊ വി ഡിവൈഡ് ബൈ എൽ വരും. ഈ ടേം കിട്ടി. ഇവിടെ ഡിവിഷൻ ആയിരുന്നു ഡി ടി, അത് ഈക്വലിന് അപ്പുറത്തേക്ക് പോകുമ്പോൾ മൾട്ടിപ്ലിക്കേഷൻ ആവും. അപ്പൊ ഡി ഐ ഈക്വൽ ടു വി ബൈ എൽ ഇൻറ്റു ഡി ടി എന്ന് കിട്ടും. ഇവിടെ ക്ലിയർ ആണോ? അപ്പൊ കറന്റ് വോൾട്ടേജ് റിലേഷൻ, അപ്പൊ വി സി ഈക്വൽ ടു എൽ ഇൻറ്റു ഡി ഐ ബൈ ഡി ടി ഇക്വേഷൻ നമ്പർ 1 ആയിട്ട് കൊടുക്കുക. ഇതിൽ നിന്ന് ഡി ഐ എടുക്കുമ്പോൾ ഡി ഐനോട് നിർത്തിയിട്ട് ബാക്കിയുള്ള ടേമിനൊക്കെ ഈക്വലിന് അപ്പുറത്തുണ്ടാവും. മൾട്ടിപ്ലിക്കേഷൻ അപ്പുറത്തോട്ട് ഡിവിഷൻ ആവും, ഡിവിഷൻ അപ്പുറത്തോട്ട് മൾട്ടിപ്ലിക്കേഷൻ ആവും. അപ്പൊ നമുക്ക് ഡി ഐ എന്താണെന്ന് കിട്ടി. ഇനി ഡി ഐനെ ഇന്റഗ്രേഷൻ ചെയ്യാനാണ് പറഞ്ഞേക്കുന്നത്. അപ്പൊ ഡി ഐ ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ നോക്കിയാൽ 0 ടു ടി വരെ ആവുന്നത് വരെ ഇന്റഗ്രേറ്റ് ചെയ്യുക. ഡി ഐ ഇന്റഗ്രേറ്റ് ചെയ്യാൻ പറഞ്ഞത് ഈ ഡി ഐ എവിടെയാണ്? ഇതാണ് നമ്മൾ ഡി ഐ കിട്ടിയേക്കുന്നത്. ഡി ഐ ഈ ടേം ആണ്. അപ്പൊ ഇതിനെ ഈ ഡി ഐനെ 0 ടു ടി വരെ ഇന്റഗ്രേഷൻ ചെയ്യാനാണ് പറയുന്നത്. അപ്പൊ അത് ഈക്വൽ എന്താവും? ഡി ഐയുടെ വാല്യൂസ് ഇത്രയുള്ള ഭാഗം നമുക്ക് ഇക്വേഷനിലേക്ക് കൊണ്ടുവരാം. അപ്പൊ ഡി ഐയുടെ സ്ഥാനത്ത് ഇക്വേഷനിൽ ഈ വി ബൈ എൽ ഇൻറ്റു ഡി ടി കൊണ്ടുവരാം. ഈ എൽ എന്ന് പറഞ്ഞാൽ ഇവിടെ വിയുടെ ടേമിലാണ് ഡിഫറൻസിയേഷൻ, ടിയുടെ ടേമിലാണ് വിനെ ഡിഫറൻസിയേഷൻ ചെയ്യുന്നത്. അപ്പൊ നമുക്ക് ഇവിടെ ഈ എൽ എന്ന് പറഞ്ഞ ടേം എന്താ? കോൺസ്റ്റന്റ് ടേം ആണ്. അപ്പൊ കോൺസ്റ്റന്റ് ടേമിന് ഇന്റഗ്രേഷൻ ചെയ്യുമ്പോൾ നമുക്ക് ഇവിടെ മൾട്ടിപ്പിൾ ആയിട്ട് വരുന്നത് കൊണ്ട് ഈ കോൺസ്റ്റന്റ് ടേമിന് നമുക്ക് ഇക്വേഷൻ പുറത്തേക്ക് എടുക്കാം. അപ്പൊ 1/L പുറത്തേക്ക് വന്നു. ബാക്കി ഇന്റഗ്രേഷൻ ചെയ്യേണ്ടത് 0 ടു ടി ബി ഇൻറ്റു ഡി ടി. ഇവിടെ ക്ലിയർ ആണോ? ഹലോ, ഇത് ക്ലിയർ ആണ് ഇപ്പൊ പറഞ്ഞത്? ഇനി രണ്ട് ടേമിലും ഇന്റഗ്രേഷൻ ചെയ്യാം. ഇന്റഗ്രേഷൻ ചെയ്യുമ്പോൾ ഇവിടെ ഡി ഐന് ഇന്റഗ്രേഷൻ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഐ കിട്ടും. ഐ ഓഫ് 0 ടു ടി. ഇപ്പുറത്തെ സൈഡിൽ വരുമ്പോൾ 1/L കോൺസ്റ്റന്റ് എടുത്തു. ബാക്കിയുള്ള ടേം ഇന്റഗ്രേഷൻ ഓഫ് 0 ടു ടി ബി ഡി ടി എന്ന് കിട്ടി. ഇനി ഈ സൈഡ് മാത്രമാണ് ഇപ്പോൾ ചെയ്യുന്നത്. ഈ ടൈം അങ്ങനെ തന്നെ നമ്മൾ ഇവിടെ ഒന്നും ചെയ്യുന്നില്ല. ഈ സൈഡ് ചെയ്യുമ്പോൾ ഐയുടെ വാല്യൂ, ഇപ്പൊ നമ്മൾ ഡി ഐനെ ഇന്റഗ്രേഷൻ ചെയ്യുമ്പോൾ കിട്ടുന്ന വാല്യൂ ഐ ആയിരിക്കും. അതായത് ഏതൊരു കോൺസ്റ്റന്റ് ടേമിനെയും ഇന്റഗ്രേഷൻ ചെയ്യുമ്പോൾ നമുക്ക് ആ ടേം തന്നെ ചെയ്യാം. അപ്പൊ ഇവിടെ ഐയുടെ ടേം ഇന്റഗ്രേഷൻ ചെയ്യുമ്പോൾ ഐ കിട്ടും. ഈ ഐക്ക് 0 ടു ടി വാല്യൂ കൊടുക്കാനാണ് പറഞ്ഞേക്കണം. അപ്പൊ ഈ ടേം അങ്ങനെ തന്നെ കോൺസ്റ്റന്റ് ആയിട്ട് നിർത്താൻ ഇപ്പൊ ഒന്നും ചേഞ്ച് ചെയ്യുന്നില്ല. ഇപ്പുറത്തെ സൈഡ് ഒന്ന് വരാം. ഈ ഐക്ക് ആദ്യം മുകളിലത്തെ അപ്പർ ലെവൽ വാല്യൂ കൊടുക്കുക, അതിനുശേഷം ലോവർ ലെവൽ വാല്യൂ കൊടുക്കുക. അപ്പൊ ടി ആദ്യം കൊടുക്കുക ഐയുടെ സ്ഥാനത്ത്. അപ്പൊ ഐ ഓഫ് ടി മൈനസ് ഐ ഓഫ് 0. ഐ ഓഫ് 0 എന്ന് പറയുമ്പോൾ ഈ ടേം എന്തായിട്ട് പോകും? 0 ആയിട്ട് പോകും. അപ്പൊ ഈ ടേം 0 ആയിട്ട് പോകും. ഇവിടുത്തെ ബാലൻസ് ഐ ഓഫ് ടി കിട്ടും. അപ്പൊ ഐ ഓഫ് ടി ഈക്വൽ ടു 1/L ഇന്റഗ്രേഷൻ ഓഫ് 0 ടു ടി ബി ഡി ടി എന്ന് കിട്ടും. എന്നിട്ട് ഈ ഐ 0 ആയിട്ട് പോകുന്നില്ല. ഈ ടേമിനെ നമുക്ക് അപ്പുറത്തേക്ക് മാറ്റാം. അതായത് ഐ ഓഫ് ടീനോട് നിർത്തിയിട്ട് ഈ മൈനസ് ടേമിന് ഇക്വേഷൻ പുറത്തേക്ക് കൊണ്ടുവരാം. മൈനസ് ടേം പുറത്തുണ്ടാവും, പ്ലസ് ടേം ആയിട്ട് വരും. ഇവിടെ പ്ലസ് ഐ ഓഫ് 0 എന്ന് കിട്ടും. ഇവിടെ ക്ലിയർ ആണോ? ഇത് നമുക്ക് നോക്കി, ഇനീഷ്യൽ സ്റ്റാർട്ട് ചെയ്യുന്നതാണ് 0 തുടങ്ങി ഫൈനലാണ് ടി വരെ. അപ്പൊ നമുക്ക് ഇതിനെ എന്താ പറയാ? ഫൈനൽ കറണ്ട് ഈക്വൽ ടു ഇന്റഗ്രേഷൻ ഓഫ് വോൾട്ടേജ് പ്ലസ് ഇനീഷ്യൽ കറണ്ട്. ആ ഒരു സ്റ്റെപ്പ് ഇവിടെ നിന്ന് നമുക്ക് എത്തിക്കാനും വെച്ചാൽ ഇത് ഫൈനൽ ടി എന്ന് പറയുന്നത് ഫൈനൽ സ്റ്റേറ്റും 0 എന്ന് പറയുന്നത് ഇനീഷ്യൽ സ്റ്റേറ്റ് ആണെന്നുണ്ടെങ്കിൽ ഈ നെഗറ്റീവ് ടേം പുറത്തോട്ട് പ്ലസ് ടേം ആയി. അപ്പൊ ഈ ഒരു ടേമിന് നമുക്ക് എന്താ പറയാം? ഈ ടേം ഫൈനൽ കറണ്ട്. ഇത് ഫൈനൽ കറണ്ട് ഈക്വൽ ടു ഇന്റഗ്രേഷൻ ഓഫ് വോൾട്ടേജ് പ്ലസ് ഇനീഷ്യൽ കറണ്ട് ഐ ഓഫ് 0. അങ്ങനെ ഒരു ഡെഫിനിഷനിലേക്ക് നമുക്ക് വരുത്താം. എന്നിട്ട് പിയുടെ വാല്യൂ പി ഇസ് ഈക്വൽ ടു നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പോകുന്നു. ഈ പിയുടെ വാല്യൂ എന്ന് പറയുന്നത് വി ഐ ആണെന്ന് പറഞ്ഞിട്ട് എടുത്തിട്ട് നമുക്ക് ആ ടേമിനെ ഇക്വേഷൻ 1 ഉം 2 ഉം കിട്ടി. അപ്പൊ ഇക്വേഷൻ 1 ടു കൊണ്ടുവന്നിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പോകണമെന്ന് പറഞ്ഞു. അപ്പൊ പി ഇസ് ഈക്വൽ ടു വി ഐ എന്ന് പറയുമ്പോൾ ഐയുടെ ടേമാണ് നമുക്ക് ഇവിടെ കിട്ടി വെച്ചേക്കണം. അപ്പൊ ഐയുടെ ടേമിൽ നമുക്ക് എന്ത് വരും? വിയുടെ ഇക്വേഷനിൽ എൽ ഇൻറ്റു ഡി ഐ ബൈ ഡി ടി ഇൻറ്റു ഐ വരും. ഈ എല്ലും ഐയും കോൺസ്റ്റന്റ് ആണ് ഒരുമിച്ച് നിർത്തിയത്. ബാക്കി ഡി ഐ ബൈ ഡി ടി ഇക്വേഷൻ 3 എന്ന് കിട്ടി. ഇത് ക്ലിയർ ആണോ? ഇനി ഈ പി എന്ന് പറഞ്ഞാല് പവർ ആണ്. പവറിന്റെ ഇക്വേഷൻ എന്ന് വെച്ചാൽ വർക്ക് ബൈ ടി എന്നാണ്. അപ്പൊ നമുക്ക് ഇതിനൊന്നും കൊടുക്കാം. ഈ ടീന് പുറത്തേക്ക് കൊണ്ട് കഴിഞ്ഞാൽ പവർ ഇൻറ്റു ടി വരും വർക്ക് എന്ന് പറഞ്ഞാൽ. അപ്പൊ വർക്കിന്റെ ഇക്വേഷൻ വർക്ക് ഈക്വൽ ടു പവർ ഇൻറ്റു ടി എന്ന് കിട്ടും. അപ്പൊ നമുക്ക് ഇന്റഗ്രേഷൻ ചെയ്യാം. ഇക്വേഷനിലേക്ക് കൊടുക്കാം. നേരിട്ട് ഇന്റഗ്രേഷൻ ഓഫ് പി ഡി ടി ഈക്വൽ ടു ഇന്റഗ്രേഷൻ ഓഫ് ഈ ടേം എൽ ഐ ഇൻറ്റു ഡി ഐ ബൈ ഡി ടി ഇൻറ്റു ഡി ടി വരും. ഒരു ഡി ടി കൂടി വരും. അതിൽ പി ഇൻറ്റു ഡി ടി എന്ന് പറയുന്നത്.
പി ഇൻറ്റു ഡി ടി എന്ന് പറയുമ്പോൾ പിയുടെ വാല്യൂ നമുക്ക് ഇവിടെ കിട്ടി, പിയുടെ വാല്യൂ ആണ് നമ്മൾ പി എടുത്ത് വെച്ചേക്കണത്. പിന്നെ ഇൻറ്റു ഡി ടി പറഞ്ഞു. അപ്പൊ ഈ ഡി ടിയും ഇവിടെ ഉണ്ടായിരുന്ന ഡി ടിയും നമ്മൾ ക്യാൻസൽ ചെയ്ത് പോകും. ഈ ഡി ടിയും ക്യാൻസൽ ചെയ്ത് പോകും. അപ്പൊ നമുക്ക് പി ഇന്റഗ്രേഷൻ പി ഡി ടി ഈക്വൽ ടു ഈ പി ഡി ടിക്ക് പകരം ഇപ്പൊ എന്തായി മാറി, ഇന്റഗ്രേഷൻ ഓഫ് എൽ ഐ ഡി ഐ എന്ന് കിട്ടും. ബാക്കി ടേം ക്യാൻസൽ ചെയ്ത് പോയി. ഇപ്പൊ ഇവിടെ നമുക്ക് എല് വൺ മിനിറ്റ് ഒന്ന് ഓക്കെ. അപ്പൊ ഡബ്ല്യു ഈക്വൽ ടു പി ടി. ഈ പിയുടെ വാല്യൂ നമുക്ക് അറിയാം. ടിയുടെ ടൈം ഇന്റഗ്രേഷൻ ചെയ്യുമ്പോൾ ഡി ടി വരും. അപ്പൊ പി ഇൻറ്റു ഡി ടി സൈഡിലേക്ക് വരുമ്പോൾ ഇതിലത്തെ ഡി ടി ഇക്വേഷനിലേക്ക് കൊടുക്കുക. നമ്മുടെ പിയുടെ ഇക്വേഷൻ ഇതായിരുന്നു, ഇതേ ഇൻറ്റു ഡി ടി കൊടുക്കുക. അപ്പൊ ഡി ടിയും ക്യാൻസൽ ചെയ്തിട്ട് ഈ ഇക്വേഷൻ എൽ കോൺസ്റ്റന്റ് ആണ്, അതിന്റെ പുറത്തെടുത്ത ഇന്റഗ്രേഷൻ ഓഫ് ഐ ഡി ടി കിട്ടും. ഇനി ഐ എന്നുള്ളത് ഇപ്പൊ നമുക്ക് ഇന്റഗ്രേഷൻ നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ എങ്ങനെ വരാം, എക്സ് റേസ്റ്റ് എന്നിനെ ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എക്സ് റേസ്റ്റ് എന്നിനെ ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ എക്സ് റേസ് ടു എൻ പ്ലസ് വൺ ഡിവൈഡ് ബൈ എൻ പ്ലസ് വൺ ആണ്. അപ്പൊ ഈ ടേം എന്താ, ഇവിടെ ഐയുടെ പവർ 1 ആണ്. അപ്പൊ എന്ത് വരും, ഐ സ്ക്വയർ ഡിവൈഡ് ബൈ 2 എന്ന് വരും. അങ്ങനെ നമുക്ക് ഇവിടെ ഐ സ്ക്വയർ ഡിവൈഡ് ബൈ 2 എന്ന് കിട്ടുന്നത്. അപ്പൊ ഇതിനൊന്നും കൂടി സെറ്റ് ചെയ്ത് എഴുതിയേക്കാണ് 1/2 ഇൻറ്റു എൽ ഐ സ്ക്വയർ. ക്ലിയർ ആണത്? ഒന്നും പറയണോ? ഹലോ, ആ ഒന്നും പറയണത്? ഇല്ല, ഇത് ഞാൻ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു ഈ ഡെറിവേഷൻ. എനർജി സ്റ്റോർഡ് ഇൻ ഇൻഡക്ടർ ഉണ്ട്, എനർജി സ്റ്റോർഡ് ഇൻ കപ്പാസിറ്റർ ഉണ്ട്. അപ്പൊ ഇതിന്റെ ഓപ്പോസിറ്റ് എടുത്താൽ മതി മറ്റത്. നമുക്കത് നോക്കാം. കപ്പാസിറ്റർ എന്ന് പറഞ്ഞു നോക്കിയാൽ കപ്പാസിറ്ററിന്റെ വരുന്നത് നേരത്തെ സിഗ്നൽ എന്തായിരുന്നു, ഇൻഡക്ടറിന്റെ സിഗ്നൽ വരുന്നത് ഒരു കോയില് ചുരുളുള്ള കോയിലാണ് ഇൻഡക്ടർ. കപ്പാസിറ്റർ എന്ന് പറയുമ്പോൾ പോസിറ്റീവ് നെഗറ്റീവ് ആയിട്ട് വരുന്നത് ഇതുപോലെയാണ് കപ്പാസിറ്റർ ഡിനോട്ട് ചെയ്യുക. ഇതിൽ മൈക്കയും പേപ്പറിനും അടിച്ചാൽ ഇടയിൽ എന്തുണ്ടായിരിക്കും, ഒന്നില്ലെങ്കിൽ എയർ ഉണ്ടാവും, അല്ലെങ്കിൽ മൈക്കയോ പേപ്പർ എന്തെങ്കിലും വെച്ചുകൊണ്ടിന്റെ ഇടയിൽ നമുക്ക് അങ്ങനെ എയർ വരുന്ന ആ ടേമിനാണ് കപ്പാസിറ്റർ എന്ന് പറയുന്നത്. ഇവിടെ നമുക്ക് ഒരു കറണ്ടിനെ വോൾട്ടേജിലേക്കാണ് നമുക്ക് കൺവേർട്ട് ചെയ്യുക. കറണ്ടിനെ വോൾട്ടേജിലേക്കാണ് കൺവേർട്ട് ചെയ്യുക. ഇവിടുത്തെ എസ് ഐ യൂണിറ്റ് വരുന്നത് ഫാരഡേ ആണ്. മറ്റുള്ളത് എസ് ഐ യൂണിറ്റ് പറഞ്ഞ നമ്മ എന്തായിരുന്നു എസ് ഐ യൂണിറ്റ് പറഞ്ഞത്, ഇൻഡക്ടറിന്റെ എസ് ഐ യൂണിറ്റ് പറഞ്ഞ ഹെൻറി ആയിരുന്നു. ഇവിടെ ഫാരഡേ വരും. കപ്പാസിറ്ററിന്റെ എസ് ഐ യൂണിറ്റ് ഫാരഡേ. ഇനി എനർജി സ്റ്റോർഡ് ഇൻ കപ്പാസിറ്റർ. അപ്പൊ റിലേഷൻ വരും, കറന്റും വോൾട്ടേജും റിലേഷൻഷിപ്പ് ആണ്. ഐ സി ഈക്വൽ ടു സി ഇൻറ്റു ഡി വി ബൈ ഡി ടി. ഇക്വേഷൻ നമ്പർ 1 ആയിട്ട് കൊടുക്കുക. ഡി വി സി ഈക്വൽ നേരത്തെ എടുത്ത പോലെ ബിയുടെ ടൈമിനോടെ നിർത്ത, ബാക്കിയുള്ളതിനൊക്കെ അപ്പുറത്തേക്ക് കൊണ്ടുവരാം. അപ്പൊ ഇവിടുത്തെ മൾട്ടിപ്ലിക്കേഷൻ സി ഇപ്പുറത്തോട്ട് വരുമ്പോൾ ഡിവിഷൻ ആവും, ഡി ടി ഇവിടെ മൾട്ടിപ്ലിക്കേഷൻ ആയിരുന്നു ഇപ്പുറത്തോട്ട് വരുമ്പോൾ അത് ഡിവിഷൻ, ഇവിടെ ഡിവിഷൻ ആയിരുന്നു ഇപ്പുറത്തോട്ട് വരുമ്പോൾ മൾട്ടിപ്ലിക്കേഷൻ ആയി. ഇക്വേഷൻ ഡി വി സി ഈക്വൽ ടു ഐ ബൈ സി ഡി ടി എന്ന് കിട്ടും. ഇതിന്റെ ഇന്റഗ്രേഷൻ കൊടുക്കുമ്പോൾ സി കോൺസ്റ്റന്റ് ആണ്. അപ്പൊ 1/c പുറത്തേക്ക് ഇട്ടു. ഇന്റഗ്രേഷൻ 0 ടു ടി ഐ ഡി ടി. ഇതിന് ഇക്വേഷൻ നമ്പർ 1 ആയിട്ട് നമുക്ക് സെറ്റ് ചെയ്യാം. ഇതുവരെ ക്ലിയർ ആണോ? ക്ലിയർ ആണ്. ഇനി ഇതിന്റെ ഇന്റഗ്രേഷൻ ചെയ്യുമ്പോൾ ഇപ്പുറത്തെ സൈഡ് ഇന്റഗ്രേഷൻ ചെയ്യുക. ഡി വിനെ ഇന്റഗ്രേഷൻ ചെയ്യുമ്പോൾ നമുക്ക് ബി 0 ടു ടി വാല്യൂ കൊടുക്കുക. നേരത്തെ ചെയ്ത പോലെ തന്നെ വിക്ക് ടി ആദ്യം കൊടുക്കുക, മൈനസ് V0 വരും. ഇവിടെ ടൈം അങ്ങനെ നിർത്തുക. 1/c ഇന്റഗ്രേഷൻ ഓഫ് 0 ടു ടി ഐ ഡി ടി. ഇനി ഈ V0നെ മൈനസ് V0നെ ഈക്വൽ ടു പുറത്തോട്ട് പോകുമ്പോൾ പ്ലസ് V0 എന്ന് കിട്ടും. അപ്പൊ നമ്മുടെ ഇക്വേഷൻ ഫൈനൽ വോൾട്ടേജ് ഈക്വൽ ടു ഇന്റഗ്രേഷൻ ഓഫ് കറന്റ് പ്ലസ് ഇനീഷ്യൽ വോൾട്ടേജ്. നേരത്തെ ചെയ്ത സെയിം സ്റ്റെപ്പ് തന്നെ. വി ടി സി ഈക്വൽ ടു 1/c ഇന്റഗ്രേഷൻ 0 ടു ടി ഐ ഡി ടി പ്ലസ് വി ഓഫ് 0. അപ്പൊ വോൾട്ടേജ്, ഫൈനൽ വോൾട്ടേജ് ഈക്വൽ ടു ഇന്റഗ്രേഷൻ ഓഫ് കറന്റ് പ്ലസ് ഇനീഷ്യൽ വോൾട്ടേജ്. ഇപ്പൊ ക്ലിയർ അല്ലേ? ഞാൻ വീട്ടിലല്ലാത്തോണ്ട് എനിക്ക്
ഇവിടെ ഭയങ്കര കുറവാണ്, അതാണ്. ആ ആ ഓക്കെ. അപ്പൊ എവിടെ പോയിരിക്കെ? പുറത്താ? ഞാൻ അമ്മയുടെ വീട്ടിലാണ്. ആ ഇവിടെ ഗസ്റ്റ് എല്ലാരും വന്നിട്ടുണ്ട്. ആ ഒരു സൈഡിലിരുന്ന ക്ലാസ് കേൾക്കണം. ആ റേഞ്ച് ഇല്ല അവിടെ. ആ ആ അപ്പൊ ശ്രദ്ധിക്കും. ഇവിടെ നമുക്ക് പവറിന്റെ ഇക്വേഷൻ തരും. നേരത്തെ പവറിന്റെ ഇക്വേഷൻ വർക്ക് ബൈ കറണ്ട് ആയിരുന്നു. ഇവിടെ നമുക്ക് പവർ ഈക്വൽ ടു വി ബൈ ഐ. അപ്പൊ രണ്ടാമത്തെ ഇക്വേഷൻ കിട്ടി. രണ്ടാമത്തെ ഇക്വേഷൻ ഫസ്റ്റ് ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പൊ പിയുടെ സ്ഥാനത്ത് ബി ഇൻറ്റു സി ഡി വി ബൈ ഡി ടി. നിങ്ങൾക്ക് ഒന്നും കൂടി സെറ്റ് ചെയ്തിട്ട് ബിയും സിയും സെറ്റ് ചെയ്തിട്ട് സി വി ഡി വി ബൈ ഡി ടി ഇക്വേഷൻ നമ്പർ 3 ആയിട്ട് കൊടുക്കുക. ഇവിടെ പവർ ബൈ ടൈം ആയിരുന്നു. പവർ ഈക്വൽ ടു വർക്ക് ബൈ ടൈം ആയിരുന്നു. ഇപ്പൊ ഡബ്ല്യു ഈക്വൽ ഇതിൽ നിന്ന് ഡബ്ല്യു ഇവിടെ നിർത്തി കഴിഞ്ഞാൽ ഇതിനപ്പുറത്തേക്ക് ഉണ്ടായി കഴിഞ്ഞാൽ പി ഇൻറ്റു ടി എന്ന് കിട്ടും. ഇതിന് ഇന്റഗ്രേഷൻ ചെയ്യുമ്പോൾ നമുക്ക് ഇന്റഗ്രേഷൻ ഓഫ് പി ഡി ടി ഇന്റഗ്രേഷൻ ഓഫ് സി വി ഡി വി ബൈ ഡി ടി. ഡി ടി ഡി ടി ക്യാൻസൽ ചെയ്ത് പോകും. ഇവിടെ സി മാത്രം വരും. സി കോൺസ്റ്റന്റ് ആണ്. ടിനെ പുറത്തേക്ക് ഇടാം. വിനെ ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ വി സ്ക്വയർ ബൈ 2 വരും. അപ്പൊ നമുക്ക് ഇതൊന്നും കൂടി സെറ്റ് ചെയ്ത് നമുക്ക് ഇത് കിട്ടും 1/2 സി വി സ്ക്വയർ കിട്ടും. ഇക്വേഷൻ ക്ലിയർ ആണോ? ക്ലിയർ. ഇപ്പൊ ഇവിടെ എന്താ ചെയ്ത് മറ്റേ ഡെറിവേഷൻ ഒരു ഡെറിവേഷൻ പഠിച്ചു ആദ്യത്തെ ഡെറിവേഷൻ പഠിച്ചു കഴിഞ്ഞാൽ ഈ ഡെറിവേഷൻ സിമ്പിളാ. അതായത് ഫസ്റ്റ് ഡെറിവേഷൻ ഉണ്ടായിരുന്നു. ഫസ്റ്റ് ഡെറിവേഷൻ കറക്റ്റ് ആയിട്ട് മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ ഇവിടെ നമുക്ക് ചെയ്ത് നോക്കി. ഇവിടെ വോൾട്ടേജ് ഈക്വൽ ടു എൽ ഇൻറ്റു ഡി ഐ ബൈ ഡി ടി. ഈ വോൾട്ടേജിന്റെ സ്ഥാനത്തൊക്കെ ഇവിടെ എന്ത് കൊടുത്താൽ മതി? ഇവിടെ കറണ്ട് ആക്കി കൊടുക്കാം. അത്രയല്ലേ ചെയ്തു വരുന്നുള്ളൂ. വോൾട്ടേജിന്റെ സ്ഥാനത്ത് കറണ്ട് ആക്കാം, കറണ്ടിന്റെ സ്ഥാനത്ത് വോൾട്ടേജ് ആക്കാം. സെയിം ഡെറിവേഷൻ ഉണ്ട്. അപ്പൊ ഫസ്റ്റത്തെ ഡെറിവേഷൻ പഠിച്ചിട്ടുണ്ടെങ്കിൽ ഈ സെക്കൻഡ് ഡെറിവേഷൻ വരുമ്പോൾ വോൾട്ടേജ് ഉള്ളിടത്ത് കറണ്ട് ആക്കാം, കറണ്ട് ഉള്ളിടത്ത് വോൾട്ടേജ് ആക്കാം. ബാക്കിയൊക്കെ മറ്റേ സെയിം മോഡല് വരാം. അപ്പൊ ഇവിടെ ഹാഫ് സി വി സ്ക്വയർ വന്നു ആൻസർ. ഇവിടെ വരുമ്പോൾ ഹാഫ് എൽ ഐ സ്ക്വയർ വന്നു. ഇവിടെ നമുക്ക് ഈ കറണ്ട് ആയിരുന്നു. ഈ കറണ്ട് ഉള്ളിടത്ത് നമ്മൾ അവിടെ എന്ത് ചെയ്തു? വോൾട്ടേജ് കൊടുത്തു. കേസ് നോക്കിയേ ഹാഫ് എൽ ഐ സ്ക്വയർ. ഈ ഐ സ്ഥാനത്ത് സി സ്ക്വയർ വന്നപ്പോ കപ്പാസിറ്റർ ആയില്ലേ? വോൾട്ടേജ് ഉണ്ടായിരുന്നു. ഇനി കപ്പാസിറ്ററും ക്ലിയർ ആണോ? ഇത് രണ്ടും ക്ലിയർ. ഈ കപ്പാസിറ്റർ തന്നെ രണ്ട് തരത്തിലുണ്ട്. ഫിക്സഡ് കപ്പാസിറ്റർ ഉണ്ട്, വാരിയബിൾ കപ്പാസിറ്റർ ഉണ്ട്. ഈ ഫിക്സഡിൽ വരുന്നതാണ് ഇലക്ട്രോലൈറ്റ്സും ഇലക്ട്രോസ്റ്റാറ്റിക്സും. അതുപോലെ വാരിയബിളിൽ വരുന്നതാണ് സെറാമിക്, എയർ, മൈക്ക, പ്ലാസ്റ്റിക് ഒക്കെ നമുക്ക് വാരിയബിൾ കപ്പാസിറ്ററിന്റെ കേസിൽ വരുന്നതാണ്. ബാക്കി ഇതൊക്കെ ഇലക്ട്രോസ്റ്റാറ്റിക്കും ഇലക്ട്രോലൈറ്റ്സും. ഇലക്ട്രോലൈറ്റ്സ് ടെൻഡിയം, അലുമിനിയം ഒക്കെ വരും ഇലക്ട്രോസ്റ്റാറ്റിക്സിൽ. ഇതിൽ മൈക്ക, സെറാമിക് ഒക്കെ ഇലക്ട്രോസ്റ്റാറ്റിക്സിൽ വരും. എടുത്തു മാത്രമേ. ഇത്രയാണ് ഇതിൽ വരുന്നത്. ഇനി ഇതിന്റെ PPT ഒന്ന് നോക്കാം. ഇൻഡക്ടറിന്റെ ഡെഫിനിഷൻ പറയുന്നത് ആൻ ഇൻഡക്ടർ ഇസ് എ പാസീവ് ഇലക്ട്രിക്കൽ കമ്പോണന്റ് ദാറ്റ് സ്റ്റോർ എനർജി ഇൻ എ മാഗ്നറ്റിക് ഫീൽഡ്. When the current flow through it is usually a coil of wire. നമ്മൾ പറഞ്ഞു ഒരു കോയില് ഒരു വയറിൽ ഒരു കോയിൽ കണക്ട് ചെയ്ത പോലെയാണ് നമുക്ക് ഇൻഡക്ടറിന്റെ ഫിഗർ കിട്ടിയത്. അപ്പൊ ഇവിടെ യൂസ് ചെയ്യുന്ന എനർജി എന്ന് വെച്ചാൽ സ്റ്റോർ ചെയ്യുന്ന എനർജി എന്ന് വെച്ചാൽ മാഗ്നറ്റിക് ഫീൽഡ് ആയിരിക്കും. ഇൻഡക്ടറിൽ മാഗ്നറ്റിക് ഫീൽഡ് ആയിരിക്കും അത് പാസ് ചെയ്യുന്ന കേസ്. ഇനി എന്റെ വോൾട്ടേജ് കറണ്ട് റിലേഷൻഷിപ്പ് ആണ് നമുക്ക് കിട്ടുന്നത്. വോൾട്ടേജ് കറണ്ട് റിലേഷൻഷിപ്പ് വോൾട്ടേജ് അക്രോസ് ഇൻഡക്ടർ ഈസ് റിലേറ്റഡ് ടു റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് കറണ്ട്. അപ്പൊ നേരത്തെ ചെയ്ത സെയിം ഇക്വേഷൻ നടക്കണം. വി സി ഈക്വൽ ടു എൽ ഡി എൽ ബൈ ഡി ടി. ഇവിടെ വി എന്ന് പറയുന്നത് വോൾട്ടേജ് അക്രോസ് ഇൻഡക്ടർ, എൽ എന്ന് പറഞ്ഞാൽ ഇൻഡക്ടൻസ്, ഡി എൽ ബൈ ഡി റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് കറണ്ട്. ഇനി സ്റ്റോർഡ് ഇൻഡക്ടർ എന്ന് പറയുമ്പോൾ നേരത്തെ പറഞ്ഞ ഇക്വേഷൻ തന്നെ പറഞ്ഞത് ഡബ്ല്യു ഇസ് ഈക്വൽ ടു ഹാഫ് എൽ എൽ ഐ സ്ക്വയർ. ഡബ്ല്യു എന്ന് പറഞ്ഞ എനർജി, ഐ എന്ന് പറഞ്ഞ ഇൻഡക്ടൻസ്, എൽ എന്ന് പറഞ്ഞ ഇൻഡക്ടൻസ്, ഐ എന്ന് പറഞ്ഞ കറണ്ട് ത്രൂ ദ ഇൻഡക്ടർ. ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുത്തേക്കണം മാത്രം. ഇൻഡക്ടറിന്റെ കേസ്
അതിനെ കപ്പാസിറ്റർ ഉണ്ടാവും. കപ്പാസിറ്റർ എന്ന് പറഞ്ഞാൽ ഇലക്ട്രിക് ഫീൽഡ് ആണ്. അപ്പൊ ഇൻഡക്ടറിൽ യൂസ് ചെയ്യുന്ന ഏത് ഫീൽഡായിരുന്നു ഇൻഡക്ടറിൽ പറഞ്ഞത്? ഇലക്ട്രോമാഗ്നറ്റിക് ഫീൽഡ്. ഇൻഡക്ടറിൽ ഇലക്ട്രോമാഗ്നറ്റിക് ഫീൽഡ്, കപ്പാസിറ്റർ ഇലക്ട്രിക് ഫീൽഡ്. മാഗ്നറ്റിക് ഫീൽഡ് ഇൻഡക്ടറും, കപ്പാസിറ്ററിൽ ഇലക്ട്രിക് ഫീൽഡ്. അപ്പൊ ഇവിടെ സ്റ്റോർ ചെയ്യുന്ന ഇലക്ട്രിക് ഫീൽഡ് ആയിരിക്കും. ഇതിന് 2 കണ്ടക്ടീവ് പ്ലേറ്റ് സെപ്പറേറ്റഡ് ബൈ ഒരു ഡൈ ഇലക്ട്രിക് മെറ്റീരിയൽ ഉണ്ടായിരിക്കും. അത് ഇലക്ട്രിക് മെറ്റീരിയൽ അല്ലാത്ത ഒരു മെറ്റീരിയൽ ഫിഗർ പറഞ്ഞു, ഒരു പോസ്റ്റ് ചിഹ്നം വരച്ചിട്ട് അടുത്തൊരു നെഗറ്റീവ് ചിഹ്നമാണ് പറഞ്ഞത്. അപ്പൊ അതിന്റെ ഇടയിൽ സ്പേസ് ഉണ്ടാവും പറഞ്ഞു. ആ സ്പേസ് എയർ ആവാം, മൈക്ക ആവാം, പേപ്പർ ആവാം, എന്ത് വേണമെങ്കിലും ആവാന്ന് പറഞ്ഞു. അപ്പൊ നമ്മളോട് പറഞ്ഞു 2 പ്ലേറ്റുകൾ സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഡൈ ഇലക്ട്രിക് മെറ്റീരിയൽ വെച്ചിട്ടുണ്ടാവും. അതാണ് നമ്മുടെ കപ്പാസിറ്ററിന്റെ ഡെഫിനിഷനിൽ പറയുന്നത്. കപ്പാസിറ്റർ എന്ന് പറഞ്ഞാൽ ഒരു പാസീവ് ഇലക്ട്രിക്കൽ കമ്പോണന്റ് ആണ്. അവിടെ എനർജി സ്റ്റോർ ചെയ്യുന്നത് ഇലക്ട്രിക് ഫീൽഡിലാണ്. ഇൻഡക്ടറിലാണെങ്കിൽ അവിടെ എനർജി സ്റ്റോർ ചെയ്യുന്നത് മാഗ്നറ്റിക് ഫീൽഡിലാണ്. ഇവിടെ ഇതിനെ നമുക്ക് സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഇലക്ട്രിക് മെറ്റീരിയൽ അല്ലാത്ത ഒരു മെറ്റീരിയൽ വെച്ചിട്ടായിരിക്കും ഇതിനെ കണ്ടക്ടീവ് പ്ലേറ്റുകൾ തമ്മിൽ സെപ്പറേറ്റ് ചെയ്യുന്നത്. ഇത് ക്ലിയർ ആണോ? അപ്പൊ ഇത് സെയിം അതിന്റെ ഇക്വേഷൻ തന്നെ ഇവിടെ തന്നേക്കുന്നത്. കറന്റ് ഐ, റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ ഐ is equal to സി ഡി വി ബൈ ഡി ടി. ഐ എന്ന് പറഞ്ഞാൽ കറന്റ്, ഇവിടെ സി എന്ന് പറഞ്ഞാൽ കപ്പാസിറ്റൻസ്, വി എന്ന് പറഞ്ഞാൽ ഡി വി ബൈ ഡി ടി എന്ന് പറഞ്ഞാൽ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് വോൾട്ടേജ്. ഇനി അതിന്റെ എനർജി സ്റ്റോർ കപ്പാസിറ്റർ പറയുമ്പോൾ എന്താ ഇക്വേഷൻ? ഡബ്ല്യു is equal to ഹാഫ് സി വി സ്ക്വയർ. ഡബ്ല്യു എനർജി, സി കപ്പാസിറ്റൻസ്, വി എന്ന് വെച്ചാൽ വോൾട്ടേജ് അക്രോസ് ദ കപ്പാസിറ്റർ. ഈ 2 ടോപ്പിക് ക്ലിയർ ആണോ? നമുക്ക് അടുത്തത് മാഗ്നറ്റിക്. മാഗ്നറ്റ് എന്താണ്? മാഗ്നറ്റ് എന്ന് വെച്ചാല് എനി ബോഡി, അത് ഒന്നുമില്ലെങ്കിൽ അട്രാക്ട് ചെയ്യുക, അയണിനെ അട്രാക്ട് ചെയ്യുക. ഏതൊരു ഒബ്ജക്റ്റ് ആണെന്നുണ്ടെങ്കിലും അത് അയണിനെ അട്രാക്ട് ചെയ്യുക. അങ്ങനെ അയണിനെ അട്രാക്ട് ചെയ്യുന്നതിന് എന്ന് പറയുന്നത് മാഗ്നറ്റ് എന്ന് പറഞ്ഞു. അപ്പൊ മാഗ്നറ്റ് എന്ന് പറഞ്ഞാൽ ഒരു ഒബ്ജക്റ്റ് ആയിരിക്കും. അതെന്ത് ചെയ്യുന്ന ഒരു മാഗ്നറ്റിക് ഫീൽഡിന് ചുറ്റും ഒരു മാഗ്നറ്റിക് ഫീൽഡ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടാവും. അപ്പൊ ഒന്നുമില്ലെങ്കിൽ അത് അട്രാക്ട് ചെയ്യും, അല്ലെങ്കിൽ മറ്റുള്ള മെറ്റീരിയലിനെ, ഒരു സെർട്ടൈൻ മെറ്റീരിയലിനെ ഒന്നുമില്ലെങ്കിൽ അട്രാക്ട് ചെയ്യും, അല്ലെങ്കിൽ റിപ്പൽ ചെയ്യും. അപ്പോൾ എസ്പെഷ്യലി അയണിന്റെ കേസ്, നിക്കലിന്റെ കേസ്, കൊബാൾട്ട് ഒക്കെ മാഗ്നറ്റിക്കിന് എക്സാമ്പിൾ ആയിട്ട് വരുന്നു. മാഗ്നറ്റ് എന്താണെന്ന് ക്ലിയർ ആണോ? ഈ മാഗ്നറ്റിനെ മൂന്നായിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട്. അതിന്റെ ഈ മാഗ്നറ്റിൽ വരുന്ന പ്രോപ്പർട്ടീസിനെയാണ് നമ്മൾ മാഗ്നറ്റിസം എന്ന് പറയുന്നത്. ഈ മാഗ്നറ്റിക്കിൽ വരുന്ന മാഗ്നറ്റിന്റെ പ്രോപ്പർട്ടീസിനെ നമ്മൾ എന്ത് പറയും? മാഗ്നറ്റിസം എന്ന് പറയും. അതുപോലെ ഇതിനെ മെറ്റീരിയലിനെ ബേസ് ചെയ്തിട്ട്, അതായത് വരുന്ന മെറ്റീരിയലിനെ ബേസ് ചെയ്ത് ഇതിനെ മൂന്നായിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട്. ഡയാമീറ്റർ, ഡയാമാഗ്നറ്റിക് മെറ്റീരിയൽ, പാരാമാഗ്നറ്റിക് മെറ്റീരിയൽ, അതുപോലെ ഫെറോ മാഗ്നറ്റിക് മെറ്റീരിയൽ. നമ്മൾ +2 പഠിക്കുന്നതാണ്. അപ്പോൾ ഡയാമാഗ്നറ്റിക് മെറ്റീരിയൽ ആണെങ്കിൽ ആർ സബ്സ്റ്റൻസ് ദാറ്റ് ക്രിയേറ്റ് എ വീക്ക് ഓപ്പോസിറ്റിംഗ് മാഗ്നറ്റിക് ഫീൽഡ് which expose external magnetic field. This means are repelled by a magnet rather than attraction to it. അതായത് ഇവിടെ നമ്മൾ എടുക്കുന്ന സബ്സ്റ്റൻസ്, ഓപ്പോസിറ്റ് വരുന്ന മാഗ്നറ്റിക് ഫീൽഡിനെ ഒരു എക്സ്റ്റേണൽ മാഗ്നറ്റിക് ഫീൽഡ്, അവിടെ ഒരു മാഗ്നറ്റിക് ഫീൽഡിന് ഒരു വീക്ക് ആയിട്ടുള്ള ഒരു മാഗ്നറ്റിക് ഫീൽഡ് ക്രിയേറ്റ് ചെയ്യും. അപ്പൊ അങ്ങനെ വീക്ക് ആണെന്നുള്ളത് കൊണ്ട് അത് ഒന്നില്ലെങ്കിൽ അട്രാക്ട് ചെയ്യും, അതിന്റെ ആ മാഗ്നറ്റിനെ അട്രാക്ട് ചെയ്യും, അല്ലെങ്കിൽ അത് റിപ്പൽ ചെയ്യും. പാരാമാഗ്നറ്റിക് ആണെങ്കിൽ ആർ സബ്സ്റ്റൻസ് ദാറ്റ് ഗെറ്റ് വീക്ക്ലി മാഗ്നറ്റൈസ്ഡ് ഇൻ ദ സെയിം ഡയറക്ഷൻ ഉള്ള, അത് ഒരു എക്സ്റ്റേണൽ മാഗ്നറ്റിക് ഫീൽഡ് അപ്ലൈ ചെയ്യുന്ന സമയത്ത് സെയിം ഡയറക്ഷൻ ഉള്ളതാണെന്നുണ്ടെങ്കിൽ അത് വീക്ക്ലി മാഗ്നറ്റൈസ് ചെയ്യും. അൺലൈക്ക് ഫെറോമാഗ്നറ്റിക് മെറ്റീരിയൽ ആണെങ്കിൽ, പാരാമാഗ്നറ്റിക് സബ്സ്റ്റൻസ് ആണെങ്കിൽ ഡു നോട്ട് റിട്ടൈൻ മാഗ്നറ്റിസം വൺസ് ദ എക്സ്റ്റേണൽ ഫീൽഡ് ഈസ് റിമൂവ്ഡ്. അതായത് ഈ ഫെറോമാഗ്നറ്റിക് മെറ്റീരിയലിന്റെ കേസ് ആണെങ്കിൽ, പാരാമാഗ്നറ്റിക് കേസിലാണെങ്കിലും ഒരു മാഗ്നറ്റിസം എല്ലാ സമയത്തും റിട്ടേൺ ചെയ്യുന്നുണ്ടാവും. പക്ഷെ ഇവിടുത്തെ എക്സ്റ്റേണൽ ഫീൽഡ് റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ ആ മാഗ്നറ്റിസം അവിടെ ഉണ്ടാവില്ല എന്ന് പറയുന്നത്. ഇനി ഫെറോമാഗ്നറ്റിക് മെറ്റീരിയൽ, ഇവിടെ നമുക്ക് എക്സിബിറ്റ് സ്ട്രോങ് മാഗ്നറ്റിസം ഇൻ ദി പ്രസൻസ് ഓഫ് എക്സ്റ്റേണൽ മാഗ്നറ്റിക് ഫീൽഡ്.
അത് റിട്ടേൺ മാഗ്നറ്റിസം ഈവൻ ആഫ്റ്റർ ഫീൽഡ് ഈസ് റിമൂവ്. അതായത് ഒരു എക്സ്റ്റേണൽ മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടെന്നുണ്ടെങ്കിൽ അതിന്റെ അത് അവിടെ നിന്ന് റിമൂവ് ആ ഫീൽഡിൽ നിന്ന് റിമൂവ് ചെയ്ത് കഴിഞ്ഞാലും അതെന്ത് ചെയ്യുന്നുണ്ടാകും, അതിന് മാഗ്നറ്റിസം റീറ്റെയിൻ ചെയ്ത് നിൽക്കുന്നുണ്ടാവും. അതാണ് ഫെറോ മാഗ്നറ്റിക് മെറ്റീരിയൽ. ദിസ് ഡ്യൂസ് ദ അലൈൻമെന്റ് ഓഫ് അറ്റോമിക് മാഗ്നറ്റിക് മൊമെന്റ്സ് ഇൻ ദ സെയിം ഡയറക്ഷൻ. സെയിം ഡയറക്ഷനിലുള്ള മൊമെന്റ് ഒക്കെ നമുക്കൊരു ഇതിൽ പറയാം. അപ്പൊ 3 കേസാണ് പറഞ്ഞത്. ഡയാമാഗ്നറ്റിക് ആണെന്നുണ്ടെങ്കിൽ വീക്ക് ഓഫ്, അതായത് മാഗ്നറ്റിക് ഫീൽഡ് റിമൂവ് ചെയ്താലും അവിടെ എന്തെന്നുണ്ടാക്കുള്ളൂ, ഒരു വീക്ക് ആയിട്ടുള്ള മാഗ്നറ്റിക് ഫീൽഡ്, ഒരു എക്സ്റ്റേണൽ മാഗ്നറ്റിക് ഫീൽഡ് കൊടുത്തു കഴിഞ്ഞാലും വളരെ വീക്ക് ആയിട്ടുള്ള മാഗ്നറ്റിക് ഫീൽഡോ ഡയാമാഗ്നറ്റിക്കിൽ ഉണ്ടായിരിക്കുള്ളൂ. പാരാമാഗ്നറ്റിക് എന്ന് പറയുമ്പോൾ വീക്ക് തന്നെയായിരിക്കും, പക്ഷെ സെയിം ഡയറക്ഷനിൽ എക്സ്റ്റേണൽ മാഗ്നറ്റിക് ഫീൽഡ് സെയിം ഡയറക്ഷനിലേക്ക് അപ്ലൈ ചെയ്യാം. ഫെറോമാഗ്നറ്റിക് ആണെന്നുണ്ടെങ്കിൽ അത് സ്ട്രോങ് മാഗ്നറ്റിക്സ് ആയിരിക്കും. ഒരു മാഗ്നറ്റിക് ഫീൽഡ് എക്സ്റ്റേണൽ മാഗ്നറ്റിക് ഫീൽഡ് പ്രസൻസിൽ അതിന് സ്ട്രോങ് മാഗ്നറ്റിക്സ് ആയിരിക്കും ഉണ്ടായിരിക്കുക. അത് മാഗ്നറ്റിസം ആ ഫീൽഡ് റിമൂവ് ചെയ്താലും അത് റീറ്റെയിൻ ചെയ്യുന്നുണ്ടാവും, സെയിം ഡയറക്ഷനിലാണെങ്കിൽ. ക്ലിയർ ആണോ അത്? ക്ലിയർ ആയി. അത്ര ഇമ്പോർട്ടൻ്റ് എന്ന് പറയാനില്ല, എന്നാലും മുന്നിൽ പഠിച്ച ടോപ്പിക് പറഞ്ഞു തന്നു. ഇനി അടുത്ത ടൈപ്സ് വരുന്നതാണ് പെർമനന്റ് മാഗ്നറ്റും രണ്ടിൽ വരുന്നതാണ്. നമുക്ക് പെർമനന്റ് മാഗ്നറ്റ് എന്നാണ് നോക്കാം. പെർമനന്റ് മാഗ്നറ്റ് എന്ന് വെച്ചാൽ ദിസ് മാഗ്നറ്റ് റിറ്റെയിൻ their magnetism over the long period without the need of external power source. ഒരു എക്സ്റ്റേണൽ പവർ സോഴ്സിന്റെ ഇതില്ലെന്നുണ്ടെങ്കിലും അത് കുറെ നേരം എന്ത് ചെയ്യും, ആ മാഗ്നറ്റ് അതിന്റെ മാഗ്നറ്റിസം കുറെ ടൈമോളം അത് എന്ത് ചെയ്യും, റിറ്റെയിൻ ചെയ്ത് നിൽക്കും. ഒരു എക്സ്റ്റേണൽ പവർ ഇല്ലാന്നുണ്ടെങ്കിലും അത് കുറെ നേരം എന്ത് ചെയ്ത് നിൽക്കും, ആ പ്രോപ്പർട്ടീസ് റീറ്റെയിൻ ചെയ്ത് നിൽക്കും. അതാണ് പെർമനന്റ് മാഗ്നറ്റിസം എന്ന് പറയുന്നത്. ഇതിന്റെ മോഡ് എന്ന് പറഞ്ഞ മെറ്റീരിയൽ അപ്പോൾ എന്തായിരിക്കും, സ്ട്രോങ് മെറ്റീരിയൽ ആയിരിക്കും. അപ്പൊ അതിന്റെ പ്രോപ്പർട്ടീസ് വരുന്നത് ഒന്ന് അയൺ, നിക്കൽ, കൊബോൾട്ട്. ഇതൊക്കെ സ്ട്രോങ് ആയിട്ട് നിൽക്കുന്ന, അതായത് പെർമനന്റ് ആയിട്ട് നിൽക്കുന്ന മാഗ്നറ്റിന് എക്സാമ്പിൾ ആണ് അയണും, നിക്കലും, കൊബോൾട്ടും. ഇനി അടുത്ത ടൈപ്പ് വരുന്നതാണ് ഇലക്ട്രോ മാഗ്നറ്റ്. ഇലക്ട്രോ മാഗ്നറ്റ് ദിസ് ആർ ടെമ്പററി മാഗ്നറ്റ് ആണ് ക്രിയേറ്റഡ് ബൈ പാസിംഗ് ആൻ ഇലക്ട്രിക് കറന്റ് ത്രൂ എ കോയിൽ ഓഫ് വയർ റാപ്ഡ് അറൌണ്ട് ദ മാഗ്നറ്റിക് കോർ. അതായത് നമുക്കൊരു ഇലക്ട്രിക് കറണ്ട് പാസ് ചെയ്യുകയാണെങ്കിൽ, ഒരു മാഗ്നറ്റിക് കോറിന് ഉള്ളിൽ കൂടെ ഇലക്ട്രിക് പാസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ പാസ് ചെയ്യുന്ന സമയത്ത് ചുറ്റുമുണ്ടായിരിക്കും ആ പവർ, ആ റാപ്പ് ചെയ്തതിന് ചുറ്റും ആ പവർ, ഇലക്ട്രിക് കറണ്ടിന്റെ ഒരു പവർ അവിടെ കോയിലിന് ചുറ്റുണ്ടാവും. അതേപോലെ ഈ പാരാമാഗ്നറ്റിസവും ഇതിൽ ടെമ്പറേച്ചർ കൂടുന്നതനുസരിച്ച് പാരാമാഗ്നറ്റിസം ഡിക്രീസ് ചെയ്യുന്ന പറയുന്നത്. ടെമ്പറേച്ചർ കൂടുന്നതനുസരിച്ച് പാരാമാഗ്നറ്റിസിന്റെ കേസിൽ ടെമ്പറേച്ചർ കൂടുന്നതിനനുസരിച്ച് ആ പാരാമാഗ്നറ്റിസിന്റെ വാല്യൂ ഡിക്രീസ് ചെയ്യും. അത് തന്നെ ഫെറോമാഗ്നറ്റിലും അത് തന്നെയാണ്, ടെമ്പറേച്ചർ കൂടുന്നതിനനുസരിച്ച് പാരാമാഗ്നറ്റിന്റെ വാല്യൂ ഡിക്രീസ് ചെയ്യുന്നത്. അപ്പൊ മാഗ്നറ്റിന്റെ കേസിൽ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട്, പെർമനന്റ് മാഗ്നറ്റും ഇലക്ട്രോ മാഗ്നറ്റും. പെർമനന്റ് മാഗ്നറ്റ് നമ്മൾ പറഞ്ഞു പെർമനന്റ് ആയിരിക്കും എന്ന് വെച്ചാൽ അത് കുറെ ടൈമോളം നേരത്തോളം എന്തായിരിക്കും, ഒരു എക്സ്റ്റേണൽ പവർ സോഴ്സ് ഇല്ലാന്നുണ്ടെങ്കിലും നമുക്ക് ഒരു ടൈമോളം എന്ത് ചെയ്യും, ആ മാഗ്നറ്റിസം റിട്ടൈൻ ചെയ്യുന്നുണ്ടാവും. എക്സാമ്പിൾ അയൺ, നിക്കലും, കൊബാൾട്ടും. ഇലക്ട്രോ മാഗ്നറ്റ് എന്ന് പറഞ്ഞാൽ ആ ഒരു ടെമ്പററി, അത് പാസ് ചെയ്ത് ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് വളരെ ടെമ്പററി ആണ്. ആ ഇലക്ട്രിക് കറണ്ട് പാസ് ചെയ്യുന്ന സമയത്ത് മാത്രമേ കോയിൽ എന്തുണ്ടായിരിക്കുന്നു, ഈ മാഗ്നറ്റിക്കിന്റെ പവർ ഉണ്ടാവുള്ളൂ. അപ്പൊ ഇതിൽ നോക്കി ആ മാഗ്നറ്റിസം എപ്പോഴും ഡിപ്പെൻഡ് ചെയ്യുന്നത് എന്തോരം കറണ്ട്, എത്ര നമ്പർ ഓഫ് കോയിൽസ് ടേൺ ഉണ്ട്, അതിനെ ബേസ് ചെയ്തിട്ടായിരിക്കും ആ മാഗ്നറ്റിക്സിന്റെ സ്ട്രെങ്ത് വരാം. എത്ര എമൗണ്ട് ഓഫ് കറണ്ട് പാസ് ചെയ്യുന്നുണ്ട്, അതുപോലെ എത്ര നമ്പർ ഓഫ് കോയിൽസ് ഉണ്ട്. കോയിൽ എന്ന് പറഞ്ഞിങ്ങനെ ചുറ്റി വരുന്ന കോയിലാണ്. അപ്പൊ എത്ര നമ്പർ ഓഫ് കോയിൽ ഉണ്ടോ, അതുപോലെ അതിലൂടെ പാസ് ചെയ്യുന്ന എത്ര എമൗണ്ട് ഓഫ് കറണ്ട് പാസ് ചെയ്യുന്നുണ്ട്, അതിനെയൊക്കെ ബേസ് ചെയ്തിട്ടാണ് ഇലക്ട്രോമാഗ്നറ്റിക് സ്ട്രെങ്ത് വരാം. എക്സാമ്പിൾ സോളിനോടും MRI മെക്കാനിക്സ് ഒക്കെ ഇതിന് എക്സാമ്പിൾസ് ആണ്. ഇത് രണ്ടും ക്ലിയർ ആണോ? ഇനി അടുത്ത ടോപ്പിക് മാഗ്നറ്റിക് ഫ്ലക്സ്. ഈ മാഗ്നറ്റിക് ഫ്ലക്സ് എന്ന് പറഞ്ഞാല് ഇപ്പൊ നമുക്കൊരു ബാർ, ഇങ്ങനെ ഒരു ബാർ തന്നു കഴിഞ്ഞാൽ ഒരു നോർത്ത്
സോറി, ഇത് നോർത്ത് ഡയറക്ഷനും സൗത്ത് ഡയറക്ഷൻ ആയിരിക്കും. ഇതിൽ കൂടെ കറണ്ട് അല്ലെങ്കിൽ പാസ് ചെയ്ത് നമുക്ക് സൗത്തിലെത്തും. അതുപോലെ ഇതിൽ നിന്നും പാസ് ചെയ്ത് സൗത്തിലേക്ക് വരും. ഇതിങ്ങനെ ഇങ്ങനെയായിരിക്കും ഒരു മാഗ്നറ്റിക് ഫ്ലക്സിന്റെ ഇത് വരുന്നത്. അപ്പൊ ഇതിൽ എത്ര നമ്പർ ഓഫ് മാഗ്നറ്റിക് ലൈൻ ഉണ്ട്? ഇതിനെയാണ് നമ്മൾ എന്ന് പറയുന്നത് മാഗ്നറ്റിക് ലൈൻ എന്ന് പറയുന്നത്. ഇതൊക്കെയാണ് നമ്മുടെ മാഗ്നറ്റിക് ലൈന്. അപ്പൊ എത്ര നമ്പർ ഓഫ് മാഗ്നറ്റിക് ലൈൻ ഉണ്ടോ ഒരു ഫോഴ്സ് പാസ് ക്ലോസ്ഡ് സർഫസ്, ഈ ക്ലോസ്ഡ് സർഫസിൽ ഇപ്പൊ ക്ലോസ് ആയില്ലേ ഇങ്ങനെ നോർത്തിൽ നിന്ന് സൗത്തിലേക്ക് പോകും, വീണ്ടും നോർത്തിൽ നിന്ന് സൗത്തിലേക്ക് പോകും. അപ്പൊ ഇങ്ങനെ ഒരു ക്ലോസ്ഡ് സർക്യൂട്ട് ആയി, ഒരു ക്ലോസ്ഡ് സർഫസ് ആയി. ഈ ക്ലോസ്ഡ് സർഫസിൽ മാഗ്നറ്റിക് ലൈൻ എന്ന് പറഞ്ഞാൽ ഇതാണ് നമ്മുടെ മാഗ്നറ്റിക് ലൈൻസ്. അപ്പൊ എത്ര നമ്പർ ഓഫ് മാഗ്നറ്റിക് ലൈൻസ് ഈ ഫോഴ്സ് പാസ് ചെയ്യുന്നതിനനുസരിച്ച് ഉണ്ടാവുന്ന അതാണ് നമ്മുടെ മാഗ്നറ്റിക് ഫ്ലക്സ് എന്ന് പറയുന്നത്. മാഗ്നറ്റിക് ഫ്ലക്സ് എന്നാണ് കിട്ടിയോ? കിട്ടി. ഇതിന്റെ ലെറ്റർ ഫൈ വെച്ചിട്ടാണ് നമ്മൾ ഡിനോട്ട് ചെയ്യുക. ഇതിന്റെ SI യൂണിറ്റ് വെബർ ആണ്. SI യൂണിറ്റ് വെബർ ആണ്. അപ്പൊ മാഗ്നറ്റിക് ഫ്ലക്സ് എന്ന് പറഞ്ഞാല് the number of magnetic line of force passing through a closed surface. ഒരു ക്ലോസ്ഡ് സർഫസിൽ കൂടെ എത്ര നമ്പർ, ഇതാണ് ഇങ്ങനെ സർഫസിൽ കൂടെ പാസ് ചെയ്യുന്ന മാഗ്നറ്റിക് ലൈൻ ആണ് നമുക്ക് തന്നിരിക്കുന്നത്. ഇതിനെയാണ് മാഗ്നറ്റിക് ലൈൻ എന്ന് പറയാം. ഇതൊക്കെയാണ് മാഗ്നറ്റിക് ലൈന്. അപ്പൊ ഇതിൽ എത്ര മാഗ്നറ്റിക് ലൈൻ ഉണ്ടോ അതാണ് നമ്മുടെ എന്ന് പറയുന്നത് മാഗ്നറ്റിക് ഫ്ലക്സ് എന്ന് പറയുന്നത്. അപ്പൊ ഇതിൽ ഈ ഫ്ലക്സ് ഡിനോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഫൈ എന്ന സിമ്പിൾ യൂസ് ചെയ്യും. അതുപോലെ ഇതിന്റെ SI യൂണിറ്റ് വെബർ ആണ് ഇതിന്റെ SI യൂണിറ്റ്. അപ്പൊ മാഗ്നറ്റിക് ഫ്ലക്സ് കഴിഞ്ഞു. ഇനി വരുമ്പോൾ മാഗ്നറ്റിക് സർക്യൂട്ട്. ഇത് ക്ലിയർ അല്ലേ? ക്ലിയർ. മാഗ്നറ്റിക് സർക്യൂട്ട് എങ്ങനെ വരാന്ന് വെച്ചാല് ഇപ്പൊ നമുക്കൊരു രണ്ട് തരത്തിൽ വരയ്ക്കാം. അപ്പൊ മാഗ്നറ്റിക് സർക്യൂട്ട് എന്ന് പറഞ്ഞാല് ഇറ്റ് ഈസ് എ പാർട്ട്, അതായത് ഇതിന്റെ കൂടെ ഇങ്ങനെയാണ് അത് മൂവ് ചെയ്യുക, ഇങ്ങനെയാണ് മൂവ് ചെയ്യുക. അപ്പൊ ഈ മൂവ് ചെയ്യുന്ന പാർട്ട് അതാണ് മാഗ്നറ്റിക് ഫ്ലക്സിന്റെ എങ്ങനെയാണോ പാസ് ചെയ്യുന്നത്, ആ പാസ് ചെയ്യുന്നതിനെയാണ് കറണ്ട് എങ്ങനെ പാസ് ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്ത് പറയാ മാഗ്നറ്റിക് സർക്യൂട്ട് എന്ന് പറയും. കറണ്ട് ഈ ഇതിനുള്ളിൽ കൂടെ ട്രാൻസ്ഫോമർ ആണ്, ഇതൊരു ട്രാൻസ്ഫോമർ ആണെന്ന് ഇരിക്കാം. അപ്പൊ ഈ ട്രാൻസ്ഫോമറിനുള്ളിൽ എങ്ങനെയാണ് കറണ്ട് പാസ് ചെയ്യുന്നത് അതാണ് നമ്മുടെ എന്ന് പറയുന്നത് മാഗ്നറ്റിക് സർക്യൂട്ട് എന്ന് പറയുന്നത്. ഇത് രണ്ട് തരത്തിൽ നമുക്ക് റെപ്രസെന്റ് ചെയ്യാം. ഒന്ന് കോറായിട്ടും അല്ലെങ്കിൽ ഷെല്ലായിട്ടും. ഇതിനെയാണ് നമ്മൾ എന്താ പറയാ ട്രാൻസ്ഫോമർ കോറായിട്ട് രണ്ട് ടൈപ്പിൽ പറഞ്ഞത്. കോറായിട്ട് ട്രാൻസ്ഫോമർ വരുന്നത് ഈ ടൈപ്പും, ഇത് രണ്ട് ഷെല്ലാണ്. അപ്പൊ ഈ രണ്ട് ഷെല്ലിൽ എന്ത് ചെയ്യും കറണ്ട് പാസ് ചെയ്യുമ്പോൾ ഇത് ഒരു ഷെല്ലിന് മാത്രം ഇതിനെ സെപ്പറേറ്റ് ആവും, രണ്ടും സെപ്പറേറ്റ് ആയിട്ടായിരിക്കും പാസ് ചെയ്യുന്നത്. അപ്പൊ രണ്ട് ഷെല്ലിനെ ഡിഫറെന്റ് ആയിട്ട് സ്പ്ലിറ്റ് ചെയ്ത് ഫ്ലക്സിനെ സ്പ്ലിറ്റ് ചെയ്ത് വരുന്നതാണ് ഈ ഷെൽ ടൈപ്പ്. അത് കോർ ടൈപ്പ്. ഇത് കോറ് എന്ന് പറയുമ്പോൾ ഒറ്റ ടൈമേ ഉള്ളൂ. അപ്പൊ ഓരോരുത്തരിൽ കൂടെ നമുക്ക് എന്താ ചെയ്യാം കറണ്ട് ഇങ്ങനെ പാസ് ചെയ്തോളൂ. ഇത് ഷെൽ ടൈപ്പ് ആണ്. ഷെൽ എന്ന് പറയുമ്പോൾ ഇത് രണ്ടും ഈ ട്രാൻസ്ഫോമറിൽ ഈ ഷെല്ലിനെ രണ്ടിനെയും സെപ്പറേറ്റ് ചെയ്തിട്ട് രണ്ട് വെച്ചുകൊണ്ട് സെപ്പറേറ്റ് ചെയ്യുന്നുണ്ട്. ഈ കറണ്ട് പാസ് ചെയ്ത് സ്പ്ലിറ്റ് ചെയ്തിട്ടാണ് ഫ്ലക്സിനെ സ്പ്ലിറ്റ് ചെയ്തിട്ടാണ് പോകുന്നത്. അങ്ങനെ ഫ്ലക്സിനെ സ്പ്ലിറ്റ് ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്ന് പറയുന്നത് ഷെൽ ടൈപ്പ് എന്ന് പറയുന്നത്. സ്പ്ലിറ്റ് ചെയ്യാത്ത ടൈമിനെ കോർ ടൈപ്പ് എന്ന് പറയും. അപ്പൊ നമ്മുടെ മാഗ്നറ്റിക് ഫ്ലക്സിന്റെ പാത്ത് എങ്ങനത്തെ ഒരു പാത്താണ് മാഗ്നറ്റിക് ഫ്ലക്സിൽ വരുന്ന ഒരു പാത്തിനെയാണ് നമ്മൾ എന്ന് പറയുന്നത് മാഗ്നറ്റിക് സർക്യൂട്ട് എന്ന് പറയുന്നത്. ഇത് ക്ലിയർ ആണോ? ക്ലിയർ. ഈ മാഗ്നറ്റിക് ഫ്ലക്സ് ഡെൻസിറ്റി, അടുത്ത ടേം മാഗ്നറ്റിക് ഫ്ലക്സ് ഡെൻസിറ്റി. ഇത് ഡിനോട്ട് ചെയ്യുന്നത് ബി എന്ന ലെറ്റർ വെച്ചിട്ടാണ് നമ്മൾ ഡിനോട്ട് ചെയ്യുക. അപ്പൊ എഫ് സീക്വൽ ഒരു ഇക്വേഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്, ഫോഴ്സിന്റെ ഒരു ഇക്വേഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. എഫ് സീക്വൽ ടു BI L sin θ നമ്മൾ പഠിച്ചിട്ടുണ്ട്.
ഈ തീറ്റ പെർപെൻഡിക്കുലർ 90 ഡിഗ്രി ആണെന്നുണ്ടെങ്കിൽ അത് പെർപെൻഡിക്കുലർ ആയിരിക്കും. പെർപെൻഡിക്കുലർ ആവുന്ന സമയത്ത് സൈൻ തീറ്റയുടെ വാല്യൂ 1 ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ ഇപ്പൊ ഈ ഫോഴ്സിന്റെ ഇക്വേഷൻ കിട്ടും BIL എന്ന് കിട്ടും. ഇത് 1 ആണ്. 1 × എന്ന് പറയുമ്പോൾ ഈ ടേം കിട്ടും. ഇതിൽ ബിയുടെ വാല്യൂ നമുക്ക് കാണണമെങ്കിൽ എന്ത് ചെയ്താൽ മതി? ഈ ടേം 2 മൾട്ടിപ്ലിക്കേഷൻ ആണ്. ഈ 2 മൾട്ടിപ്ലിക്കേഷൻ ടേമും ഈക്വലിന്റെ അപ്പുറത്തേക്ക് ഉണ്ട്. അപ്പൊ B is equal to ഓൾറെഡി ഇവിടെ F ഉണ്ട്. തൊട്ടിടുമ്പോൾ ഡിവിഷൻ ആയി IL വരും. ഇതാണ് നമ്മുടെ ബിയുടെ ഇക്വേഷൻ. ഇത് ക്ലിയർ ആണോ? ക്ലിയർ. അപ്പൊ ഇതെന്ന് പറഞ്ഞാല് ഇറ്റ് ഈസ് എ ഫോഴ്സ് പെർ യൂണിറ്റ് ലെങ്ത് പെർ യൂണിറ്റ് കറന്റ് വെൻ പ്ലേസ്ഡ് പെർപെൻഡിക്കുലർ ടു ദ മാഗ്നറ്റിക് ഫീൽഡ്. മാഗ്നറ്റിക് ഫീൽഡിന് പെർപെൻഡിക്കുലർ ആവുന്ന സമയത്ത് മാത്രമേ സൈൻ തീറ്റ ഈക്വൽ ടു 1 ആയിട്ട് വരുള്ളൂ. അപ്പൊ ഇതെന്ന് പറയുന്ന ഫോഴ്സ് എന്ന് പറയുന്നത് യൂണിറ്റ് ലെങ്ത്തും യൂണിറ്റ് കറന്റ് ആയിരിക്കും. പക്ഷെ പ്ലേസ് ചെയ്യുന്നത് പെർപെൻഡിക്കുലർ ആയിരിക്കും. ഒരു മാഗ്നറ്റിക് ഫീൽഡിൽ പ്ലേസ് ചെയ്യുന്നത് പെർപെൻഡിക്കുലർ ആയിട്ടായിരിക്കും യൂണിറ്റ് ലെങ്ത്തിലും യൂണിറ്റ് കറന്റിലും. ഇതാണ് മാഗ്നറ്റിക് ഫ്ലക്സ് ഡെൻസിറ്റി. അത് നമുക്ക് ഇൻഡക്ഷൻ എന്ന് പറയാം. അപ്പൊ മാഗ്നറ്റിക് ഫ്ലക്സ് ഡെൻസിറ്റി ഡിനോട്ട് ചെയ്യുന്ന B എന്ന ലെറ്റർ വെച്ചിട്ടാണ്. അപ്പൊ ഫോഴ്സിന്റെ ഒരു ഇക്വേഷൻ നമുക്കറിയാം. ഫോഴ്സ് ഈക്വൽ ടു BIL സൈൻ തീറ്റ. അപ്പൊ സൈൻ തീറ്റ പെർപെൻഡിക്കുലർ ആവുമ്പോൾ സൈൻ തീറ്റയുടെ വാല്യൂ 1 ആവും. അപ്പൊ ഇക്വേഷൻ F is equal to BIL കിട്ടും. ഇതിൽ നമുക്ക് B ആണ് കാണേണ്ടത്. അപ്പൊ IL-നെ മൾട്ടിപ്ലിക്കേഷൻ I-നെ F-ന്റെ സൈഡിലേക്ക് കൊണ്ടുപോകാം. അപ്പൊ B is equal to F divided by IL എന്ന് കിട്ടും. ഇതാണ് നമ്മുടെ മാഗ്നറ്റിക് ഫ്ലക്സ് ഡെൻസിറ്റിയുടെ ഡെറിവേഷനിൽ വരുന്ന ബിയുടെ വാല്യൂ. ഇനി ഇറ്റ് ഈസ് എ ഫോഴ്സ് ഓഫ് പെർ യൂണിറ്റ് ലെങ്ത് പെർ യൂണിറ്റ് കറന്റ് വെൻ പ്ലേസ്ഡ് ഇൻ എ പെർപെൻഡിക്കുലർ ടു ദി മാഗ്നറ്റിക് ഫീൽഡ്. മാഗ്നറ്റിക് ഫീൽഡിന് പെർപെൻഡിക്കുലർ ആയിട്ട് പ്ലേസ് ചെയ്യണമെങ്കിൽ യൂണിറ്റ് ലെങ്ത്തും യൂണിറ്റ് കറന്റ് ആയിരിക്കും. ക്ലിയർ ആണത്? ഇനി ഇതിൽ നമുക്ക് ഒരു ഇക്വേഷൻ ഉണ്ട്. ഇത് ഒരു കേസ് 2 തരത്തിൽ നമുക്ക് ബിയുടെ ഇക്വേഷൻ കൊണ്ടുവരാം. ഫസ്റ്റ് ബിയുടെ ഇക്വേഷൻ ഇപ്പൊ ഞാൻ എഴുതിയത് ഈ ഫോഴ്സിന്റെ ഈ ഇക്വേഷൻ വെച്ചിട്ട് ഫസ്റ്റ് ബിയുടെ ഇക്വേഷൻ നമുക്ക് ബിയുടെ വാല്യൂ നമുക്ക് കിട്ടി. ഇതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് കൊടുക്കാം? ഫൈവ് സി ഈക്വൽ ടു ബി എന്നുള്ള ഇക്വേഷൻ ഉണ്ട്. അപ്പൊ ഇതിൽ നിന്നും ബിയുടെ വാല്യൂ ആണ്. അപ്പൊ നമുക്ക് ബി എന്ത് കിട്ടും? ബി സി ഈക്വൽ ടു 5 ഡിവൈഡ് ബൈ എ. ഇങ്ങനെ നമുക്ക് കിട്ടും. അപ്പൊ 2 തരത്തിൽ ബിയുടെ വാല്യൂ നമുക്ക് കണ്ടെത്തുന്നത്. ഫസ്റ്റ് കേസ് ഇത്, സെക്കൻഡ് കേസ്. ക്ലിയർ ആണോ? മാഗ്നറ്റിക് ഫ്ലക്സ് ഡെൻസിറ്റി. ഹലോ ഹലോ ക്ലിയർ ആയി. ക്ലിയർ ആയി. ഇനി ഇതിന്റെ യൂണിറ്റ് പറയുന്നത് ടെസ്ലയാണ്. അതായത് ഈ മാഗ്നറ്റിക് ഫീൽഡ് ഡെൻസിറ്റിയുടെ യൂണിറ്റ് പറയുന്നത് ടെസ്ലാണ്. ടെസ്ല. ഇനി അടുത്ത് വരുന്ന മാഗ്നറ്റിക് ഫീൽഡ് സ്ട്രെങ്ത് ആണ്. അത് H കൊണ്ട് ഡിനോട്ട് ചെയ്യും. ഇനി മാഗ്നറ്റിക് ഫീൽഡ് സ്ട്രെങ്ത്. അടുത്ത ടേം മാഗ്നറ്റിക് ഫീൽഡ് സ്ട്രെങ്ത് ആണ്. അത് നമുക്ക് H കൊണ്ട് ഡിനോട്ട് ചെയ്യാം. H വെച്ച് ഡിനോട്ട് ചെയ്യാം. മാഗ്നറ്റൈസിങ് ഫോഴ്സ് എന്ന് പറയും. ഇന്റൻസിറ്റി അല്ലെങ്കിൽ മാഗ്നറ്റിക് ഫോഴ്സ് എന്ന് പറയാം. അപ്പൊ ഒരു ടൈഫോയിഡ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ ആദ്യം ഒരു സർക്കിൾ വന്നു. ഇതിൽ കൂടെ സർക്കിൾ വന്നു. ഇതിൽ കൂടെ ആയിരിക്കും കറണ്ട്. ടൈഫോയിഡ് എന്ന് പറയുന്നത് ഇതുപോലത്തെ ആണ്. കറണ്ട് പാസ് ചെയ്യാം. അപ്പൊ നമുക്ക് ഇവിടെ നിന്ന് ഇതിൽ നിന്നും ഇതിലേക്ക് ഒരു പോയിന്റ് ഇങ്ങനെ വെക്കും. ഇതേപോലെ പോയിന്റ് കട്ട് ചെയ്യും. അത് സ്റ്റാർട്ട് ചെയ്തിട്ട് കട്ട് ചെയ്ത്. അപ്പൊ ഇതിൽ എത്ര നമ്പർ ഓഫ് ടേൺസ്, ഇതാണ് ടേൺ എന്ന് പറയുന്നത്. ഇതിനാണ് ടേൺസ് എന്ന് പറയുന്നത്. അപ്പൊ എത്ര നമ്പർ ഓഫ് ടേൺസ് ഉണ്ടോ അതാണ് നമ്മുടെ N എന്ന് പറയുന്നത്. ഇനി മീൻ എന്ന് പറയുന്നത് ഇതിനിടയിൽ മീൻ ലെങ്ത് എന്ന് പറയുന്നതിന്റെ ലെങ്ത് ആണ് L, മീൻ ലെങ്ത് ഉള്ളിലുള്ള ടേൺ. അപ്പൊ മാഗ്നറ്റിക് ഫീൽഡ് ഇക്വേഷൻ വരുന്നത് H is equal to MMF ഡിവൈഡഡ് ബൈ ലെങ്ത് ആണ്. അതാണ് Hന്റെ ഇക്വേഷൻ. MMF എന്ന് പറഞ്ഞാല് നമ്മുടെ മാഗ്നറ്റിക് ഓഫ് മോട്ടീവ് ഫോഴ്സ് ആണ് MMF. മാഗ്നറ്റിക് ഓഫ് മോട്ടീവ് ഫോഴ്സും ഡിവൈഡ് ബൈ ലെങ്ത്. ഈ മാഗ്നറ്റിക് ഓഫ് മോട്ടീവ് ഫോഴ്സ് എന്ന് പറഞ്ഞാല് എത്ര നമ്പർ ഓഫ് ടേൺസ് ഉണ്ട് കോയിലിൽ. ഈ ഒരു കോയിലിൽ എത്ര നമ്പർ ഓഫ് ടേൺസ്, ഇതാണ് നമ്മുടെ ടേൺ എന്ന് പറയുന്നത്. അപ്പൊ 1, 2, 3. അപ്പൊ നമ്മൾ 3 കിട്ടി. അപ്പൊ എത്ര നമ്പർ ഓഫ് ടേൺസ് ഉണ്ടോ അതാണ് നമ്മുടെ MMF. അത് ഡിവൈഡ് ബൈ അതിന്റെ ലെങ്ത് ആണ് H എന്ന് പറയുന്നത്. ഇനി ഇതിന്റെ യൂണിറ്റ് എന്ന് പറഞ്ഞാല് ആംബിയർ ടേൺ ആണ്. ആംബിയർ ടേൺ യൂണിറ്റ് എന്ന് പറഞ്ഞാല് ആംബിയർ
ടേൺ. അപ്പൊ ഈ MMF കാണുന്നുണ്ടെങ്കിൽ എത്ര നമ്പർ ഓഫ് ടേൺസ് ഉണ്ടോ കോയിലിൽ അത് ഇൻറ്റു കറണ്ട് ആണ് MMF എന്ന് പറയുന്നത്. എത്ര നമ്പർ ഓഫ് ടേൺസ് ഉണ്ടോ അത് ഇൻറ്റു കറണ്ട് ആണ് നമ്മുടെ MMF എന്ന് പറയുന്നത്. ഇത് ക്ലിയർ ആണോ? അതായത് ഒരു ട്രൈഫോയിഡില് ഒരു എത്ര നമ്പർ ഓഫ് ടേൺസ് ഉണ്ടോ അതാണ് നമ്മുടെ ടേൺസ് ഇൻറ്റു കറണ്ട് ആണ് MMF. അതുപോലെ അതിന്റെ ലെങ്ത്തും ഉണ്ടായിരിക്കും എടുക്കാം. അപ്പൊ അതിന്റെ ഇക്വേഷൻ എച്ച് വെച്ചിട്ട് എച്ച് ആണ് നമുക്ക് ഡിനോട്ട് ചെയ്യുന്ന ഫീൽഡ് സ്ട്രെങ്ത്തിനെ ഡിനോട്ട് ചെയ്യുന്ന എച്ച് ആണ്. അപ്പൊ ഇറ്റ് ഈക്വൽ ടു MMF ബൈ ലെങ്ത് ആണ് വരിക. അപ്പൊ അതിന്റെ യൂണിറ്റ് എന്ന് പറയുന്നത് ആംപിയർ ടേൺ ആണ് അതിന്റെ യൂണിറ്റ്. ക്ലിയർ ആണോ? പിന്നെ എന്തൊക്കെ പറഞ്ഞു മൊത്തം? ഹലോ, എന്തൊക്കെ പറഞ്ഞു? മാഗ്നറ്റിക് ഫ്ലക്സ് പറഞ്ഞു, അതിന്റെ യൂണിറ്റ് വെബറാണ്. അത് ഡിനോട്ട് ചെയ്യുന്നത് ഫൈ വെച്ചിട്ടാണ് നമ്മൾ മാഗ്നറ്റിക് ഫ്ലക്സ് ഡിനോട്ട് ചെയ്യാന്ന് പറഞ്ഞു. ഇറ്റ് ഈസ് എ മെഷർ ഓഫ് ടോട്ടൽ മാഗ്നറ്റിക് ഫീൽഡ് പാസിംഗ് ത്രൂ എ ഗിവൺ സർഫസ്. എത്ര നമ്പർ ഓഫ് മാഗ്നറ്റിക് ഫീൽഡ് പാസ് ചെയ്യുന്നുണ്ടോ അതാണ് നമ്മുടെ എന്തായിട്ട് എടുക്കുക, മാഗ്നറ്റിക് ഫ്ലക്സ് ആയിട്ട് എടുക്കുക. മാഗ്നറ്റിക് സർക്യൂട്ട് എന്ന് പറഞ്ഞാൽ ഒരു ക്ലോസ്ഡ് പാത്ത് ഫോളോഡ് ബൈ മാഗ്നറ്റിക് ഫ്ലക്സ്. മാഗ്നറ്റിക് ഫ്ലക്സിൽ ഒരു ക്ലോസ്ഡ് പാത്ത് ഉണ്ടായിരിക്കും. അതായത് നമ്മൾ മാഗ്നറ്റിക് മെറ്റീരിയൽ ത്രൂ മെറ്റീരിയൽ. അപ്പൊ അതിനെയാണ് നമ്മൾ എന്താ പറയാ, മാഗ്നറ്റിക് സർക്യൂട്ട്. അപ്പൊ ഒരു ക്ലോസ്ഡ് പാത്ത് ആണ് മാഗ്നറ്റിക് ഫ്ലക്സിലുള്ള ക്ലോസ്ഡ് പാത്ത് ആണ് മാഗ്നറ്റിക് സർക്യൂട്ട്. ഇനി ഇലക്ട്രോമാഗ്നറ്റിക് എന്നാണ് പറഞ്ഞത്. ഇനി ഇത് തമ്മിലുള്ള ഇലക്ട്രിക് സർക്യൂട്ടും മാഗ്നറ്റിക് സർക്യൂട്ടും തമ്മിലുള്ള ഡിഫറൻസ് ആണ്. ഇലക്ട്രിക് സർക്യൂട്ട് കറണ്ട് I വെച്ചിട്ടായിരിക്കും ഫോളോ ചെയ്യുക. മാഗ്നറ്റിക് ഫ്ലക്സിലാണെന്നുണ്ടെങ്കിൽ ഫൈ വെച്ചിട്ടായിരിക്കും ഫോളോ ചെയ്യാം. അതുപോലെ ഇലക്ട്രിക് സർക്യൂട്ടിൽ കറണ്ട് ഡ്രൈവ് ചെയ്യുന്നത് വോൾട്ടേജിന്റെ ടേമിലാണ്. ഇവിടെ ഫ്ലക്സ് വെച്ചിട്ട് MMFന്റെ ഫ്ലക്സ് വെച്ചിട്ടാണ് ഇവിടെ ഡ്രൈവ് ചെയ്യുന്നത്. അതുപോലെ കറണ്ടിൽ റെസിസ്റ്റൻസ് ആയിരിക്കും കറണ്ടിന് ഓപ്പോസിറ്റ് ആയിട്ട് വരുന്നത് റെസിസ്റ്റൻസ് ആയിരിക്കും. മാഗ്നറ്റിൽ വരുന്നത് റിലക്റ്റൻസ് ആയിരിക്കും. റിലക്റ്റൻസ് ഒന്നും പറഞ്ഞിട്ടില്ല, കഴിഞ്ഞു കേട്ടോ, കഴിഞ്ഞു. മാഗ്നറ്റിക് മാഗ്നറ്റ് എന്താണെന്ന് പറഞ്ഞു. മാഗ്നറ്റ് എന്ന് പറഞ്ഞാല് ഒരു ഒബ്ജക്റ്റ് മാഗ്നറ്റിക് ഫീൽഡിനെ അട്രാക്ട് ചെയ്യുന്ന അട്രാക്ട് റിപ്ലൈ ചെയ്യുന്നതിനാണ് മാഗ്നറ്റ് എന്ന് പറയുന്നത്. ഈ മാഗ്നറ്റിൽ മാഗ്നറ്റിന്റെ മെറ്റീരിയൽ ബേസ് ചെയ്ത് മൂന്നായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്: ഡയാമാഗ്നറ്റിക്, പാരാമാഗ്നറ്റിക്, ഫെറോമാഗ്നറ്റിക്. ഡയാമാഗ്നറ്റിക് എന്ന് പറയുമ്പോൾ സബ്സ്റ്റൻസ് ഒരു എക്സ്റ്റേണൽ മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടെന്നുണ്ടെങ്കിലും അത് വീക്ക് ആയിട്ടുള്ള മാഗ്നറ്റിക് ഫീൽഡ് ആയിരിക്കും അത് ഓപ്പോസ് ചെയ്യുക. പാരാമാഗ്നറ്റിക് ആണെങ്കിലും വീക്ക് തന്നെ ആയിരിക്കും, പക്ഷെ സെയിം ഡയറക്ഷനിലായിരിക്കും അപ്ലൈ ചെയ്യുക. പിന്നെ ഫെറോമാഗ്നറ്റിക് ആണെങ്കിൽ സ്ട്രോങ് മാഗ്നറ്റിക്സ് ആയിരിക്കും. അതായത് മാഗ്നറ്റിക് ഫീൽഡ് എക്സ്റ്റേണൽ മാഗ്നറ്റിക് ഫീൽഡ് റിമൂവ് ചെയ്താലും അത് സ്ട്രോങ് ആയിട്ട് റിട്ടേൺ ചെയ്തിരിക്കും. ആ മാഗ്നറ്റിസം സ്ട്രോങ് ആയിട്ട് റിട്ടേൺ ചെയ്തിരിക്കും. പിന്നെ അതിന്റെ മാഗ്നറ്റിനെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തത് പെർമനന്റ് മാഗ്നറ്റും ഇലക്ട്രോമാഗ്നറ്റും. അപ്പൊ പെർമനന്റ് മാഗ്നറ്റ് എന്ന് പറയുമ്പോൾ അതിന് മാഗ്നറ്റിസം ലോങ് പീരീഡ് ഓഫ് ടൈം അതിന്റെ റിട്ടേൺ ചെയ്യുന്നുണ്ടാവും. ഇലക്ട്രോമാഗ്നറ്റ് എന്ന് പറയുമ്പോൾ ടെമ്പററി മാഗ്നറ്റിക്സ് ആണ്. അപ്പൊ നമുക്കറിയാം ആ കോയിലിൽ കറണ്ട് പാസ് ചെയ്യുന്ന ആ റാപ്പ് ചെയ്തിരിക്കുന്നത് മാത്രമേ ഈ മാഗ്നറ്റിക്സ് ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ടാവും. അപ്പൊ അതിൽ എത്ര നമ്പർ ഓഫ് കോയിൽ ടേൺ ചെയ്ത് അതും അതുപോലെ എത്ര നമ്പർ ഓഫ് കറണ്ട് പാസ് ചെയ്തിട്ടുണ്ട് അതിന് ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് മാഗ്നറ്റിന്റെ സ്ട്രെങ്ത് കണ്ടെത്തുക. ഇനി അടുത്തത് മാഗ്നറ്റിക് ഫ്ലക്സ്. മാഗ്നറ്റിക് ഫ്ലക്സ് എന്ന് വെച്ചാൽ മാഗ്നറ്റിക് ഫീൽഡ് പാസസ് ത്രൂ ഗിവൺ സർഫസ്. ഒരു സർഫസിൽ കൂടെ മാഗ്നറ്റിക് ഫീൽഡ് പാസ് ചെയ്യുന്നതിന്റെ ടോട്ടലിനാണ് നമ്മൾ എന്താ പറയുക, മാഗ്നറ്റിക് ഫ്ലക്സ് എന്ന് പറയുന്നത്. അതിന് അടുത്തത് എക്സ്ഐ യൂണിറ്റ് വെബറാണ്. ഇനി വരുന്നത് മാഗ്നറ്റിക് സർക്യൂട്ട്. മാഗ്നറ്റിക് സർക്യൂട്ട് എന്ന് വെച്ചാൽ ഈ മാഗ്നറ്റിക് ഫ്ലക്സിന്റെ ഒരു ക്ലോസ്ഡ് പാത്തിനെയാണ് മാഗ്നറ്റിക് സർക്യൂട്ട് എന്ന് പറയുന്നത്. അത് ഫൈ വെച്ചിട്ടാണ് ഡിനോട്ട് ചെയ്യുന്നത്. ഇനി കീ കമ്പോണന്റ് ഓഫ് മാഗ്നറ്റിക് സർക്യൂട്ടിന്റെ കീ കമ്പോണന്റ് ആണ് ഇപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞ മാഗ്നറ്റോ മോട്ടീവ് ഫോഴ്സ്. അതായത് നമുക്ക് ഇവിടെ മാഗ്നറ്റിക് ഫ്ലക്സ് വെച്ചിട്ടാണ് ഡ്രൈവ് ചെയ്യുക. വോൾട്ടേജിന്റെ കേസിൽ ഇലക്ട്രിക് സർക്യൂട്ടിന് പകരം ഇവിടെ നമ്മൾ എന്ത് യൂസ് ചെയ്യാം, മാഗ്നറ്റിക് ഫ്ലക്സ് ആണ് യൂസ് ചെയ്യുക.
ഇലക്ട്രിക് സർക്യൂട്ട് വോൾട്ടേജിൽ ഇലക്ട്രിക് സർക്യൂട്ട് ഇവിടെ നമുക്ക് ഫോഴ്സ് ഇവിടുത്തെ ഫോഴ്സിൽ വരുന്നത് മാഗ്നറ്റിക് ഫ്ലക്സ്. അപ്പൊ ഇക്വേഷൻ നമ്മൾ പറയേണ്ടത് F is equal to N into IF. ഇക്വേഷൻ വേണ്ട നമ്മൾ ഇനി മാഗ്നറ്റിക് ഫ്ലക്സ് ടോട്ടൽ നമ്പർ ഓഫ് മാഗ്നറ്റിക് ഫീൽഡ് ലൈൻ പാസസ് ദ സെക്ഷൻ ഓഫ് സർക്യൂട്ട്. ഒരു സർക്യൂട്ട് എത്ര നമ്പർ ഓഫ് മാഗ്നറ്റിക് ഫീൽഡ് ലൈൻ പാസ് ചെയ്യുന്നുണ്ടോ അതാണ് നമ്മുടെ മാഗ്നറ്റിക് ഫ്ലക്സ്. അതിന്റെ സ്ട്രെങ്ത് എന്ന് പറഞ്ഞാൽ തന്നിരിക്കുന്ന ഇന്റൻസിറ്റി ഓഫ് മാഗ്നറ്റിക് ഫീൽഡിന്റെ എടുത്തിരിക്കുന്ന മെറ്റീരിയലിന്റെ മാഗ്നറ്റിക് ഫീൽഡ് ഇന്റൻസിറ്റി ആണ് മാഗ്നറ്റിക് ഫീൽഡ് സ്ട്രെങ്ത്. പിന്നെ ഫ്ലക്സ് ഡെൻസിറ്റി പറഞ്ഞായിരുന്നു. ഫ്ലക്സ് ഡെൻസിറ്റി എന്ന് പറഞ്ഞാൽ എമൗണ്ട് ഓഫ് മാഗ്നറ്റിക് ഫ്ലക്സ് പെർ യൂണിറ്റ് ഏരിയ. ഒരു യൂണിറ്റ് ഏരിയയില് എത്ര നമ്പർ ഓഫ് മാഗ്നറ്റിക് ഫ്ലക്സ് ഉണ്ടായിരിക്കും അതാണ് നമ്മുടെ മാഗ്നറ്റിക് ഡെൻസിറ്റി. ഇത് നമുക്ക് മെഷർ ചെയ്ത് ടെസ്റ്റിൽ വെച്ചിട്ടാണ്. പിന്നെ റിലക്റ്റൻസ് ഉണ്ട്. ഓപ്പോസിറ്റ് ഓഫ് ഫ്ലോ ഓഫ് മാഗ്നറ്റിക് ഫ്ലക്സ് സിമിലർ ടു ഇലക്ട്രിക്കൽ റെസിസ്റ്റൻസ്. ഇലക്ട്രിക്കൽ റെസിസ്റ്റൻസ് എങ്ങനെയാണോ അതുപോലെയാണ് ഇവിടെ നമ്മൾ മാഗ്നറ്റിക്കിന്റെ കേസിൽ മാഗ്നറ്റിക് ഫ്ലക്സിന്റെ കേസിൽ റിലക്റ്റൻസ് എടുക്കും. ഫ്ലോക്ക് ഓപ്പോസിഷൻ ആയിരിക്കും. ഈ വരുന്നതിന്റെ ഡിഫറൻസ് ആണ്. റിലക്റ്റൻസ് എന്താണെന്ന് പറഞ്ഞില്ല. റിലക്റ്റൻസ് റെപ്രസെന്റ് ചെയ്തിട്ട് ഡിനോട്ട് ചെയ്യുന്ന ലെറ്റർ എസ് ആണ്. എസ് വെച്ചുകൊണ്ടാണ് നമ്മൾ റിലക്റ്റൻസ് റെപ്രസെന്റ് ചെയ്യുക. അപ്പൊ യൂണിറ്റ് എന്ന് പറയുന്നത് ആംപിയർ ടേൺ ഡിവൈഡ് ബൈ വെബർ ആണ്. ആംപിയർ ടേൺ ഡിവൈഡ് ബൈ വെബർ ആണ് യൂണിറ്റ് എന്ന് പറയുന്നത്. എസ് ഇസ് ഈക്വൽ ടു എൽ ബൈ എം എ. ഇതിനൊന്നും കൂടി സെറ്റ് ചെയ്ത് എഴുതണമെന്നുണ്ടെങ്കിൽ എൽ ഡിവൈഡ് ബൈ µ0 µr എന്ന് എഴുതാം. അതിന് എൽ ഇസ് ഈക്വൽ ടു എസ് ഇസ് ഈക്വൽ ടു എൽ ഡിവൈഡ് ബൈ എം എ. റെസിസ്റ്റൻസിന്റെ ഇക്വേഷൻ M0 ആണെന്നുണ്ടെങ്കിൽ ഇത് ഫ്രീ സ്പേസ് കാണിക്കാൻ M0യും റിലേറ്റീവ് കാണിക്കാനായിട്ട് റിലേറ്റീവ് പെർമെബിലിറ്റി കാണിക്കാൻ വേണ്ടിയിട്ട് MR-ഉം അതിന്റെ ഫ്രീ സ്പേസ് കാണിക്കാനായിട്ട് M0 കൊടുക്കും. അപ്പൊ ഇക്വേഷൻ ഒന്ന് സെറ്റ് ചെയ്തത് എസ് ഈക്വൽ ടു എൽ ഡിവൈഡ് ബൈ M0 MR A. റിലക്റ്റൻസിനെ മെഷർ ചെയ്യുന്ന യൂണിറ്റ് എന്ന് പറയുന്നത് ആംപിയർ ടേൺ ഡിവൈഡ് ബൈ വെബർ. എസ് യൂണിറ്റ് ഇക്വേഷൻ ഡിനോട്ട് ചെയ്യുന്ന ലെറ്റർ എസ് ഇസ് ഈക്വൽ ടു എൽ ബൈ എം എ. എമ്മിനെ നമുക്ക് രണ്ടായിട്ട് ഡിനോട്ട് ചെയ്യാം. M0യും MR-യും വെച്ചിട്ട് MR വെച്ചിട്ട്. M0 എന്ന് പറഞ്ഞാൽ ഫ്രീ സ്പേസിന്റെ കേസ് എടുക്കുമ്പോൾ M0 വരും. അതുപോലെ റിലേറ്റീവ് പെർമെബിലിറ്റിനെ കാണിക്കാൻ വേണ്ടിയിട്ട് MR എടുക്കും. പിന്നെ എ ആംപിയർ. ക്ലിയർ ആണോ? എ എന്ന് പറഞ്ഞത് ഇവിടുത്തെ എന്ന് പറഞ്ഞത് ഏരിയ ക്രോസ് സെക്ഷൻ ഏരിയ ആണ്. ക്രോസ് സെക്ഷണൽ ഏരിയ ആണ് എ. ഇതിന്റെ പെർമനൻസ് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ റെസിപ്രോക്കൽ ആണ് പെർമനൻസ്. അപ്പൊ ഇതിന്റെ ഇക്വേഷൻ എന്ത് വരും? വെബർ ഡിവൈഡ് ബൈ ആംപിയർ ബൈ ആണ് ഇതിന്റെ SI ഉണ്ട്. അപ്പൊ P is equal to 1 by റെസിപ്രോക്കൽ എന്നല്ല പറയുന്നത്. അപ്പൊ പെർമനൻസ് നമുക്ക് എന്താ കൊടുക്കുക? P is equal to 1 by റിലക്റ്റൻസ് എഴുതാം. അപ്പൊ മാഗ്നറ്റിക് ഫ്ലക്സ് ഡിവൈഡ് ബൈ MMF. അത് റിലക്റ്റൻസിന്റെ ഇക്വേഷൻ MMF ബൈ മാഗ്നറ്റിക് ഫ്ലക്സ് ഡിവൈഡ് ബൈ MF എന്നാണ്. അപ്പൊ 6 എഴുതുമ്പോൾ ഇക്വേഷൻ നമ്മൾ സെറ്റ് ചെയ്ത് എഴുതാം. മാറ്റട്ടെ. ഇക്വേഷൻ വരുമ്പോൾ നമുക്ക് വെബർ ഡിവൈഡ് ബൈ ആംപിയർ ടേൺ. നേരത്തെ നടന്നത് റിലക്റ്റൻസ് ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ ആംപിയർ ടേൺ ഡിവൈഡ് ബൈ വെബർ ആയിരുന്നു. അപ്പൊ ഇതിന്റെ ഓപ്പോസിറ്റ് ആയിരിക്കും പെർമനൻസിൽ വരിക. അപ്പൊ P is equal to 1 by റിലക്റ്റൻസ്. അതായത് റിലക്റ്റൻസിന്റെ ഓപ്പോസിറ്റ് ആണെന്ന് പറഞ്ഞു. റിലക്റ്റൻസിന്റെ ഓപ്പോസിറ്റ് എന്ന് പറയുമ്പോൾ റെസിപ്രോക്കൽ ഇതാക്കും. അപ്പൊ പെർമനന്റിനെ ഡിനോട്ട് ചെയ്ത് P വെച്ച് ഡിനോട്ട് ചെയ്യുക. അപ്പൊ റിലക്റ്റൻസിന് ഓപ്പോസിറ്റ് എന്ന് പറയുമ്പോൾ റെസിപ്രോക്കൽ എടുത്തു കഴിഞ്ഞാൽ ഓപ്പോസിറ്റ് ആയി. അപ്പൊ P is equal to 1 by റിലക്റ്റൻസ് കിട്ടും. ഇത് നമുക്ക് എന്ന് കൊടുക്കാം മാഗ്നറ്റിക് ഫ്ലക്സ് ഡിവൈഡഡ് ബൈ MMF ആവും. ഇതിൽ R എന്ന് പറയുന്നത് എന്തായിരിക്കും? തിരിച്ചെഴുതിട്ട് റെസിപ്രോക്കൽ എടുക്കാം. P എന്ന് പറയുന്നത് ആറല്ല P റെസിപ്രോക്കൽ എടുക്കാം. അപ്പൊ MMF ഡിവൈഡഡ് ബൈ മാഗ്നറ്റിക് ഫ്ലക്സ്.
ക്ലിയർ ആണോ? ക്ലിയർ. ഇത്രയാണ് ഈ ടോപ്പിക്കിൽ വരുന്നത്. പിന്നെ അതിൽ വരുന്നത് കമ്പാരിസൺ ആണ്. പിന്നെ തിയറി ഭാഗം ഒന്ന് വായിച്ചു നോക്കാം. ഇനി ഇതിന്റെ തമ്മിലുള്ള ഡിഫറൻസ് ആണ് കിടക്കുന്നത്. അപ്പൊ മാഗ്നറ്റ് എന്താണെന്ന് പറഞ്ഞു. മാഗ്നറ്റിന്റെ മെറ്റീരിയലിനെ ബേസ് ചെയ്ത് മൂന്നായിട്ട് ഡിവൈഡ് എന്ന് പറഞ്ഞു. മാഗ്നറ്റിന് രണ്ട് ടൈപ്പ് എന്ന് പറഞ്ഞു. പെർമനന്റും ഇലക്ട്രോമാഗ്നറ്റും പറഞ്ഞു. അതുപോലെ മാഗ്നറ്റിക് ഫ്ലക്സ് എന്താണെന്ന് പറഞ്ഞു. മാഗ്നറ്റിക് സർക്യൂട്ട് എന്താണെന്ന് പറഞ്ഞു. മാഗ്നറ്റിക് ഫ്ലക്സ് ഡെൻസിറ്റി പറഞ്ഞു. മാഗ്നറ്റിക് ഫീൽഡ് സ്ട്രെങ്ത് പറഞ്ഞു. അതുപോലെ ഇലക്ട്രോൺസും തെർമോൺസും പറഞ്ഞു. ഇനി അതിന്റെ ഡിഫറൻസ് ഉണ്ട്. അതായത് മാഗ്നറ്റിക്കിന്റെയും ഇലക്ട്രിക്കിന്റെയും സർക്യൂട്ടിന്റെയും കമ്പാരിസൺ. അത് അടുത്ത ദിവസം എന്താണ് കമ്പാരിസണിൽ അതിന് ഇക്വേഷനും ഇതൊക്കെയാണ് എഴുതിയിരിക്കുന്നത്. അപ്പൊ അത് അടുത്ത ദിവസം ഞാൻ അത് ഫോട്ടോ എടുത്തിട്ടില്ല. അപ്പൊ അടുത്ത ദിവസം അത് വെച്ചിട്ട് കമ്പാരിസൺ പറയും. കമ്പാരിസൺ ഓഫ് മാഗ്നറ്റിക് ആൻഡ് ഇലക്ട്രോ സർക്യൂട്ട്. ഇത് ക്ലിയർ അല്ലേ? ക്ലിയർ. നമുക്ക് അതിന്റെ ചെയ്യാം. ക്ലിയർ ആയി. ഓക്കെ.